എന്താണ് സൂഫിസം എന്നുള്ള തന്നെ വലിയൊരു അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തുകൊണ്ട് നമുക്ക് നാട്ടിലെ സൂഫിസത്തെ പറ്റി അറിയാൻ എനിക്ക് കൂടുതൽ ഭയങ്കര ക്യൂരിയോസിറ്റി വന്നു. പക്ഷെ നാട്ടിലെ സൂഫിസത്തെ നോക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. നമുക്ക് വളരെ കുറഞ്ഞ മോണോഗ്രാഫുകളും വളരെ കുറഞ്ഞ ആർട്ടിക്കിളുകളെ കേരളത്തിലെ സൂഫിസത്തെ പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളൂ. അങ്ങനെയാണ് പിന്നെ നമ്മുടെ നാട്ടിലെ സൂഫിസം എന്ന് പറഞ്ഞാല് അത് ജീലാനി തങ്ങളാണ് എന്നുള്ള ഒരു ഭയങ്കര ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. നമ്മൾ സാധാരണക്കാരായുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് സൂഫിസം എന്താന്ന് ചോദിച്ചാല് അവർക്ക് അറിയുന്നൊരു സൂഫി എന്ന് പറഞ്ഞാല് ജീലാനി തങ്ങളാവും. അവർക്ക് ഇവൻ അറബിനെ, റസാലി തങ്ങളെ, പിന്നെ റൂമിനെ അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ എന്തോ ഒരു സംഭവം ഈ പറയുന്ന സദേൺ ഏഷ്യയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെട്ടെന്ന് കാതിരികൾ ഓരോ സ്ഥലത്ത് പോപ്പപ്പ് ചെയ്യുന്നു. അവരെ ഒരുപാട് ലിറ്ററേച്ചറുകൾ, പോയറ്റ് ആയിരിക്കുക, കുറച്ച് കവിത എഴുതുക, കുറച്ച് പ്രസംഗിക്കുക, അതോടൊപ്പം തന്നെ മദ്രസയിൽ ഒരു മുദരിസാവുക, അതോടൊപ്പം തന്നെ ഒരു സൂഫി ആയിട്ട് അത് പിന്നെ ദിക്റുകൾക്കും സ്വലാത്ത് മജ്‌ലിസുകൾക്കും നേതൃത്വം കൊടുക്കുക, സോഷ്യൽ പിന്നെ പ്രശ്നങ്ങളിൽ ഇടപെടുക. ഇതൊരു ഭയങ്കര ഒരു ജീലാനി മോഡൽ ഉണ്ട് അതിൽ. അറബി മലയാളത്തിൽ അങ്ങനെ ഒരു ചർച്ച നമുക്ക് ശരിക്കും റെഫറൻസ് ആയിട്ട് വെക്കാനൊന്നുമില്ല. നമുക്ക് ആകെ ഒരു എക്സ്ട്രാപ്പുലേറ്റ് ഒക്കെ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ളത് ഇപ്പോ പാലിലെ വെണ്ണാപ്പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയമുള്ളവർ അതിനെ പിടിച്ചോവ എന്നുള്ള മൊയ്‌ദീൻ മാലയിലുണ്ടല്ലോ. പോയട്രിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കോർക്കുക, അതുപോലെ തന്നെ ബീഡിങ് എന്ന് പറഞ്ഞാൽ മുത്തു കോർക്കുന്ന പോലെ കോർക്കുക, അതുപോലെ തന്നെ കണ്ണിയാക്കി വെക്കുക, അതുപോലെ തന്നെ ഇതുപോലെ പാലിന്ന് വെണ്ണ എടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ലിറ്ററേച്ചറിനെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. ഇന്ത്യത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് മൊയ്‌ദീൻ മാല വരുന്നത്. അപ്പൊ എന്തുകൊണ്ടും വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കയ്യിലുള്ള മലയാളത്തിനുള്ള മുഹ്യിദ്ദീൻ മാല. അപ്പൊ മുഹ്യിദ്ദീൻ മാല രചിക്കുന്ന സമയത്ത് അലി മുഹമ്മദിന് എന്തായിരുന്നു റെഫറൻസ്? അസ്സലാമു അലൈക്കും. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. ലൈംലൈറ്റിന്റെ അടുത്ത എഡിഷനിലുള്ള സൂഫിസം ബിയോണ്ട് ദി മിസ്റ്റീസ് എന്നുള്ള വിഷയത്തെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് അടുത്തായിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ USA PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കോളറാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ഏരിയ എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ ഭാഗത്തുള്ള സൂഫികളുടെ ഭാഷകളിലൂടെ സൂഫിസത്തെ ട്രേസ് ചെയ്യുന്ന രീതിയാണ് മൂപ്പര് പിന്തുടരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ഒരു സ്വാഭാവികം ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ ഭാഗങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗങ്ങളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഘടകം എന്താണ്? ഒന്ന്, ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധവും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ള ഒരു സാധനത്തെ കുറിച്ചാണല്ലോ നമ്മൾ പിന്നെ എപ്പോഴും ചിന്തിക്കും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഞാൻ JNU ഉള്ള സമയത്ത് എൻ്റെ ഉദ്ദേശം നോർത്ത് ഇന്ത്യൻ കവാലിയിൽ PhD ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ അതിൽ റിസർച്ച് ചെയ്യണം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ആയിരുന്നു ഡൽഹിയുള്ള സമയത്ത്. ഞാൻ ജാമ്യയിലും JNU ഒക്കെ ഉള്ള സമയത്ത് പിന്നെയാണ് സൂഫിസം കവാലി ഓഫ് കോഴ്സ് സൂഫിസം അതിലൊരു ഇൻട്രസ്റ്റ് ആയി വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് നമുക്ക് നാട്ടിലെ സൂഫിസത്തെ പറ്റി അറിയാൻ എനിക്ക് കൂടുതൽ ഭയങ്കര ക്യൂരിയോസിറ്റി വന്നു. പക്ഷെ നാട്ടിലെ സൂഫിസത്തെ നോക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. നമുക്ക് വളരെ കുറഞ്ഞ മോണോഗ്രാഫുകളും വളരെ കുറഞ്ഞ ആർട്ടിക്കിളുകളെ കേരളത്തിലെ സൂഫിസത്തെ പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളൂ. ഈ ആദ്യ കാലങ്ങളിൽ സൗണ്ടുകളെ കുറിച്ചുള്ള പഠനം, അതെ, അത് കവാലിയും അങ്ങനെയൊക്കെയാണ് അതിന്റെ ഇൻട്രസ്റ്റ് വരുന്നത്. കവാലിയിലെ ഏർലി വർക്കുകളൊക്കെ വന്നതും ഒക്കെ. അതിൽ വർക്കുകൾ ഉണ്ടായിരുന്നു നിങ്ങളെ? ഇല്ലല്ല, ഞാൻ അതിനെപ്പറ്റി കാര്യമായിട്ട് എഴുതിയില്ല. ഞാൻ പണ്ടും ഒരു പിന്നെ തിബാക്ക് മാഗസിന് വേണ്ടിയിട്ട് ഒരു സൂഫികളും സംഗീതവും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയാണ്. കൃത്യമായിട്ട് ഓർമ്മയില്ല ഇപ്പൊ അത്. അങ്ങനെയാണ് അതിലുള്ള ഇൻട്രസ്റ്റും സംഭവങ്ങളൊക്കെ വരുന്നത്. ഇപ്പോഴും ഞാൻ മ്യൂസിക്കിൽ പല രൂപത്തിൽ മ്യൂസിക് എന്നുള്ള ലാർജർ മ്യൂസിക് കോളേജിന്റെ ഫീൽഡിൽ നിന്ന് ആർട്ടിക്കിൾ എഴുതാറും പ്രസന്റ് ചെയ്യാറൊക്കെ ഉണ്ട്, പേപ്പറുകൾ എഴുതാറും പ്രസന്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് ധാക്കയിൽ ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് ദഫ് എങ്ങനെയാണ് സൂഫി പിന്നെ ത്വരീഖത്തുകളുടെ വഴികളിലൂടെ ഇന്ത്യൻ ഓഷ്യനിൽ ദഫിന്റെ ഒരു സർക്കുലേഷൻ, ഫ്രെയിം ഡ്രംസ്, ലാർജ് ഒരു പിന്നെ ഫ്രെയിം വർക്കിൽ ഫ്രെയിം ഡ്രംസ് എന്നുള്ള സാധനം എങ്ങനെയാണ് പിന്നെ ഓർഗനോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡിന്റെ മ്യൂസിക്കോളജിയിൽ ഓർഗൻസിന്റെ ഹിസ്റ്ററിയിലൂടെ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആൻഡ് മ്യൂസിക്കൽ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ട് ഒരു പേപ്പർ അവതരിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കേരളത്തിലെ സൂഫിസത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത വന്നപ്പോൾ ഒക്കെ എന്തുകൊണ്ട് നാട്ടിലെ സൂഫിസത്തിനെ പറ്റി അന്വേഷിച്ചുകൂടാ എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ എത്തുന്നത്. അങ്ങനെ നാട്ടിലെ സൂഫിസം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ നാട്ടിൽ എന്താണ് സൂഫിസം, അപ്പൊ ഭയങ്കര എക്സിസ്റ്റൻഷ്യൽ
ക്രൈസിസും ചോദ്യങ്ങളൊക്കെ വന്നത്. എന്താണ് സൂഫിസം? അപ്പൊ നാട്ടില് പലതരത്തിലുള്ള സൂഫിസം ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉമ്മാര് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൂഫിസത്തിന്റെ അതായത് അവരെന്നും ചൊല്ലുന്ന റാത്തിബുകളും എന്നും ചൊല്ലുന്ന ദിക്റുകളും അദ്കാറുകളും ഇങ്ങനെ സംഭവങ്ങളും മാലകളും മൗലിദുകളും. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടില് പലതരത്തിലുള്ള ഡിസ്കഷനിലും പോളമിക്സിലും കാണുന്ന ഒരു സെർട്ടൈൻ കൈൻഡ് ഓഫ് ഒരു നമ്മുടെ നാട്ടിലെ ത്വരീഖത്തുകാര് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സൂഫിസം. അപ്പൊ എന്താണ് സൂഫിസം എന്നുള്ള തന്നെ വലിയൊരു അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്ന് പതുക്കെ ഞാൻ എൻ്റെ ക്വാളിഫയിങ് പേപ്പേഴ്സ് ഒക്കെ എഴുതി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ PhD ഭാഗമായിട്ട് എഴുതുന്ന സമയത്ത് ഓരോന്നും പതുക്കെ അതിന്റെ ബേസിക് ക്വസ്റ്റ്യനുകളൊക്കെ ചോദിച്ച് അങ്ങനെയാണ് നമ്മുടെ നാട്ടില് സൂഫിസം എന്ന് പറഞ്ഞാല് അത് ജീലാനി തങ്ങളാണ് എന്നുള്ളൊരു ഭയങ്കര ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മാനോടോ അല്ലെങ്കിൽ നമ്മള് സാധാരണക്കാരായുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് സൂഫിസം എന്താന്ന് ചോദിച്ചാല് അവർക്ക് അറിയുന്നൊരു സൂഫി എന്ന് പറഞ്ഞാല് ജീലാനി തങ്ങളാവും. അവർക്ക് ഇബ്നു അറബിനെ, ഗസാലി തങ്ങളെ, റൂമിനെ, മൗലാന റൂമിനെ അല്ലെങ്കിൽ ബാക്കി അങ്ങനത്തെ ആളുകളൊന്നും അല്ല. നമ്മള് വെസ്റ്റേൺ അക്കാഡമിയിൽ പോയിട്ടോ അല്ലെങ്കിൽ സാധാരണ യൂണിവേഴ്സിറ്റിയിലും സ്കൂളുകളൊക്കെ പോയി പഠിക്കുന്ന ഒരു സൂഫി ഫിഗേഴ്സ് അല്ല അവരെ മനസ്സിലുള്ള സൂഫി. അവരുടെ മനസ്സിലുള്ള സൂഫി ഔലിയ. നമ്മൾ സൂഫി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കില്ല നമ്മുടെ നാട്ടിൽ കുറവാണ്. വലിയ ഔലിയ എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കിട്ടുന്ന ഒരു പേര് എന്ന് പറഞ്ഞാല് മൊയ്തീൻ ഷെയ്ഖാണ്. ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ ഖാദിരി ത്വരീഖത്തിന്റെ ഇത്ര അപ്രമാദം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് വിചാരിക്കുന്നത്? പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഭാഗത്തല്ലേ ഇത്? ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തല്ലേ? അല്ല അത് നമ്മൾ ഒന്ന് ലിറ്ററേച്ചറുകൾ കുറവാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ നബിനെ പറ്റി ഒരു റിസർച്ച് ചെയ്യുന്ന പോലെയാണ്. എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഫിനോമിനൻ, ആസ് എ ഫിനോമിനൻ നമുക്കത് റിസർച്ച് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ. ഇപ്പൊ ഷെഹ്റാനിന്റെ നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെ നബി വംശ അവതാര എന്നുള്ള ആ ഒരു അങ്ങനത്തെ വർക്കുകളൊക്കെ വരുന്നുണ്ട്. അത് തന്നെ വളരെ റീസെന്റ് ആയിട്ടാണ് നബിന്റെ അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് ടെക്സ്റ്റൽ ഒരു റീപ്രൊഡക്ഷനെ പറ്റിയും നബി ആസ് എ സൗത്ത് ഏഷ്യൻ റെപ്രസെന്റേഷൻ അങ്ങനെ വരുന്നുള്ളൂ. ഇപ്പൊ ജീലാനി തങ്ങളും ഇതുപോലെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇതുപോലെ ഒരു നമ്മളെന്താണ് പറയാ ഒബ്സ്ക്യൂർ ആയി പോയിട്ടുള്ള ഒരു ഫിഗറാണ് നമ്മുടെ റിസർച്ചുകളിൽ. കാരണം എല്ലായിടത്തും ഭയങ്കര ഒമ്നി പ്രസന്റ് ആണ് ആള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖാദിരികളെ പറ്റിയുള്ള വർക്ക്. അപ്പൊ എന്റെ ബേസിക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇപ്പൊ സൂഫിസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തസവൂഫ്, ഔലിയ, വലി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ എത്തുന്നത് ജീലാനി തങ്ങളാണ്. ഇതെങ്ങനെ ഇങ്ങനെ ആയി, അല്ലെങ്കിൽ എന്ന് മുതലാണ് ജീലാനി ഇപ്പൊ നബിയിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നു. ജീലാനിയിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ജീലാനി തങ്ങളെ പറ്റി മനസ്സിലാക്കുക, അറിയാം, മുപ്പരിൽ വിശ്വാസം ഉണ്ടാകുന്നുള്ള ഒരിക്കലും ഈമാൻ കാര്യത്തിന്റെ ഇതിന്റെ ഭാഗമല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് അങ്ങനൊരു പക്ഷെ നബി തങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ചിലപ്പം സാഹിത്യങ്ങൾ എഴുതപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ പാടുന്നതും പറയുന്നതും സംസാരിക്കുന്നതും തല്ലുകൂടുന്നതും വഴക്കൂടുന്നതും പോളമിക്സ് ഉണ്ടാകുന്ന സംവാദങ്ങൾ ഉണ്ടാകുന്നൊക്കെ ജീലാനി തങ്ങൾ പേരില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗറായി മാറി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്രയും ആളുകളുടെ ഇടയിൽ ജനപ്രിയത ഉള്ള ഒരാളായി മാറി എന്നുള്ളതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അന്വേഷണമാണ് ഞാൻ ആദ്യം ചെയ്തത്. ഇങ്ങനെ ഏത് മുതലാണ് നമുക്കിത് ട്രേസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആരാണ് മൂപ്പരെങ്ങനെ ആക്കിയത്, അങ്ങനത്തുള്ള ചോദ്യങ്ങളിലേക്കാണ് 16 നൂറ്റാണ്ട് 17 നൂറ്റാണ്ടുകളും 15 നൂറ്റാണ്ടുകളുള്ള ഖാദിരികളിലേക്ക് എന്റെ അന്വേഷണം വരുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് എന്റെ പ്രൊജക്ട് മലബാറിൽ നിന്ന് മാറിയിട്ട് മലബാറിന്റെ അടുത്ത് തന്നെയുള്ള തമിഴ്നാട്ടിലേക്ക് എത്തി. തമിഴ്നാട് പോകുമ്പോൾ കായൽപട്ടണം, കിഴക്കര അത്രയും ഖാദിരി ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ്. പിന്നെ ലക്ഷദ്വീപിലേക്കും ശ്രീലങ്കയിലേക്കും കേരളത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ഖാദിരി ഇൻഫ്ലുവൻസ് ഇപ്പോഴും അതിന്റെ ഒരു എവിടുന്ന് എത്തി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള ഒരു ഇതില്ല. കാരണം പല ഇപ്പൊ മൊത്തത്തിൽ സദേൺ ഏഷ്യ എടുത്ത് നോക്കുമ്പോൾ, സദേൺ ഏഷ്യ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ മുതൽ ഇന്തോനേഷ്യ വരെയുള്ള ഒരു വലിയ ഇതിന് മൊത്തത്തിൽ ഈ ഒരു ജിയോഗ്രഫിക്കൽ റീജിയൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എവിടുന്ന് പോയി എവിടത്തേക്ക് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യം ഇപ്പോഴും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം എനിക്ക് ഒരു പാരലലി അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആയിട്ട് ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ്ലി ഒരു 16-ാം നൂറ്റാണ്ടിലാണ് അങ്ങനെ ഒരു ഭയങ്കര മൈഗ്രേഷൻ. 15-ാം നൂറ്റാണ്ട് അവസാനങ്ങളും 16-ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് ഇത്രയും ഒരു വലിയ രൂപത്തിലുള്ള മൈഗ്രേഷന് അല്ലെങ്കിൽ ഖാദിരിയന്റെ ഇൻഫ്ലുവൻസ് സൗത്ത് ഏഷ്യയിൽ, സദേൺ ഏഷ്യയിൽ ഉണ്ടാകുന്നത്. അത് കൃത്യമായിട്ട് 16-ാം നൂറ്റാണ്ടിൽ അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ആ സമയത്താണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഇതുപോലെ തന്നെ ഇപ്പൊ കായൽപട്ടണത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് റിസർച്ച് നിന്നുണ്ടോ, അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഓക്കെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇത്രയും ഖാദിരികളും ഖാദിരി ഇൻഫ്ലുവൻസും ഖാദിരിയ മനാക്കിബുകളും പ്രൊഡക്ഷൻ, മനാക്കിബ് എന്ന് പറയുമ്പോൾ ഹെജിയോഗ്രഫി നമുക്കറിയാം, ഹെജിയോഗ്രഫി പ്രൊഡക്ഷൻസും പോയറ്റിക് ലിറ്ററേച്ചറിന്റെ പ്രൊഡക്ഷനൊക്കെ ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ആ ചോദ്യമാണ് 16-ാം നൂറ്റാണ്ടിൽ എന്തോ ഒരു സംഭവം ഈ പറയുന്ന സദേൺ ഏഷ്യയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെട്ടെന്ന് ഖാദിരികൾ ഓരോ സ്ഥലത്ത് പോപ്പപ്പ് ചെയ്യുന്നു, അവരെ ഒരുപാട് ലിറ്ററേച്ചറുകൾ
ജീലാനി തങ്ങളെ പറ്റി കുറേ പിന്നെ പ്രൈസ് പോയട്രികൾ ഉണ്ടാവുന്നു. ആ പ്രൈസ് പോയട്രി തന്നെ ക്ലോസ്ലി റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇത് ഖാദിരിയയിലേക്കും ജീലാനി തങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു ഗ്രൂപ്പിലേക്കും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന രൂപത്തിൽ ജീലാനി എന്നുള്ള ആ ഒരു ഫിഗറിനെ പോപ്പുലറൈസ് ചെയ്യുന്ന രൂപത്തിലും ആ പോപ്പുലറൈസ് ചെയ്തിട്ട് അതിലേക്ക് ആളുകളെ കൂട്ടുന്ന രൂപത്തിലാണ് ഇപ്പോൾ ആ ലിറ്ററേച്ചറുകളൊക്കെ നമ്മൾ ക്ലോസ്ലി ഇപ്പം നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കുത്തുബിയത്ത്, മുഹിയുദ്ദീൻ മൗലിദ്, ഇതൊക്കെ 17-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ട ഇതൊക്കെ ശരിക്കും ക്ലോസ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ ജീലാനിയുടെ പാതയിലേക്ക് വരൂ, ഖാദിരിയയിലേക്ക് വരൂ, ഇതിലാണ് നിങ്ങൾക്കുള്ള പിന്നെ എന്താണ് ദൈവത്തിലേക്കുള്ള യഥാർത്ഥ പാത ഉള്ളത്, ഇതിലാണ് യഥാർത്ഥ ഗൈഡൻസ് ഉള്ളത്. ജീലാനി എന്ന് പറഞ്ഞാൽ അല്ലെ പിന്നെന്താണ് ആർക്കും മുപ്പര പാതയിലേക്ക് ചേരാവുന്നതാണ്. മുപ്പര എവിടുന്ന് വിളിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. മൂപ്പരെന്ന് പറഞ്ഞത് എല്ലാ ത്വരീക്കത്തുകളുടെയും മേലെയാണ് മൂപ്പര സ്ഥാനമുള്ളത്. എല്ലാ ലോകത്ത് വന്നു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഉലിയാക്കളുടെയും തോളുമ്പലാണ് മൂപ്പര കാലുള്ളത് എന്നുള്ള തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിന്നെ നരേറ്റീവ്സ് കാണാൻ പറ്റുക. അതൊരു അതോറിറ്റി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എൻ്റെ റിസർച്ച് അങ്ങനെയാണ് പിന്നെ അതൊരു ലാർജർ പ്രൊജക്റ്റിലേക്ക് വന്നത്. ഇതിലിപ്പോ ഈ സൗണ്ട് ലാൻഡ്സ്കേപ്പിൽ നിന്ന് നിങ്ങൾ പിന്നെ ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതിലേക്ക് എത്തിച്ചൊരു കാര്യം എന്താണ് ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ? അത് സ്വാഭാവികമായിട്ടും എൻ്റെ പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലുള്ള ട്രെയിനിങ് ആണ് അങ്ങനെ ആക്കിയത്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലേക്ക് ഞാൻ SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് PhD അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അയക്കുമല്ലോ. അത് ചെയ്തപ്പോൾ പോലും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്രയും സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഓഷ്യന്റെ പല റീജിയൻസിൽ ജീലാനി തങ്ങളെ പറ്റിയുള്ള പെർഫോമൻസുകളുണ്ട്. അതിന്റെ ഒരു ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെയാണ് ഞാൻ പെർഫോമൻസ് കുത്തുബിയത്താണെങ്കിലും കുത്തുറാത്തീബ് ആണെങ്കിലും മൗലിദ് പാരായണം പലതരത്തിൽ പിന്നെ ദഫ് അടിച്ചുള്ള പിന്നെ പെർഫോമൻസുകളാണെങ്കിലും ഇതാണ് എൻ്റെ ഒരു SOP ആയിട്ടുണ്ട്. പിന്നെ അത് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ എത്തിയപ്പോൾ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഷെൽഡൻ പൊള്ളോക്ക്, മുസഫർ ആലം, ഇങ്ങനത്തെ അതുപോലെ തന്നെ AK രാമാനുജൻ, ഇങ്ങനത്തെ ഭയങ്കര ഒരു ലെജൻസ് ഉണ്ടായിരുന്ന പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോഴും ഒരുപാട് അങ്ങനത്തെ ആളുകൾ, അതായത് ഫിലോളജിയും ഹിസ്റ്ററിയും സീരിയസ്ലി കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ പിന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലും ഫിലോളജിയും ഹിസ്റ്ററി എപ്പോഴും ഒരുമിച്ച് വരുന്ന ഒരു സാധനമാണ്. അതായത് ഒരു ടെക്സ്റ്റുകൾ എടുത്തിട്ട് അതിനെ ക്രിട്ടിക്കൽ എഡിറ്റ് ചെയ്ത് അതിനെ ശരിക്കും മനസ്സിലാക്കി അതിൽ നിന്നൊരു ചരിത്രം ഉണ്ടാക്കുന്ന ലിറ്ററേച്ചറുകൾ, പ്രത്യേകിച്ച് ലിറ്ററേച്ചർ ആയിരുന്നു അവരുടെ കൺസേൺ. അപ്പൊ ആ ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടുന്നത് അവിടെ സാൽക്ക് എന്ന് പറയാം, സൗത്ത് ഏഷ്യൻ ലാംഗ്വേജ് ആൻഡ് സിവിലൈസേഷൻ ആ ഡിപ്പാർട്ട്മെന്റിൽ പോയ സമയത്താണ്. പെർഫോമൻസിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ചും മലബാർ പോലത്തെ ഒരു റീജിയനിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനിക്കുണ്ടായിരുന്ന ഒരു ക്രൈസിസ്, സൂഫിസത്തെ പറ്റി എഴുതപ്പെട്ട ഒരു മോണോഗ്രാഫോ 2 മോണോഗ്രാഫോ മാത്രമുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ സൗണ്ടും പെർഫോമൻസിലാണോ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതോ ഓൾറെഡി ഇവിടെ എഴുതപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളും സംഭവങ്ങളുണ്ട്. അതെ, ഇതിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പിന്നെ പാസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്തൊക്കെ ഹെൽപ്ഫുൾ ആണെന്നുള്ള പടപ്പാട്ടുകള്, അതെ ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോ ഫിഖ്ഹി ടെക്സ്റ്റുകൾ മുതൽ ജൂറിസ്പ്രുഡൻസിന്റെ ടെക്സ്റ്റുകൾ മുതൽ പിന്നെ പാട്ടുകൾ മുതൽ അതിന്റെ മിസ്റ്റിക്കൽ അങ്ങനെ തുടങ്ങിയിട്ട് സൂഫിസവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ മുതൽ വാർ സോങ്സ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പിന്നെ ലിറ്ററേച്ചറുകൾ സോക്കോൾഡ് ഹിസ്റ്റോറിയോഗ്രഫിന്റെ അകത്തേക്ക് വരാത്ത ഒരുപാട് ലിറ്ററേച്ചറുകൾ ഓൾറെഡി അവൈലബിൾ. അപ്പൊ ഈ ലിറ്ററേച്ചറുകളൊക്കെ അറ്റ്ലീസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിലെന്താ പറയുന്നത് മനസ്സിലാക്കാനും അതിനെ അതിനെ വായിക്കാൻ ഒരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ടാക്കിയെടുക്കലൊക്കെയാണല്ലോ ഫിലോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അറബി മലയാളം എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് കോർപ്പസ് ഉണ്ട്, പല ആളുകളും ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അറബി മലയാളം ടെക്സ്റ്റുകൾ എങ്ങനെ മനസ്സിലാക്കാം, അറബി മലയാളം പാട്ടുകളെ എങ്ങനെ അതിന്റെ പൊയറ്റിക് എങ്ങനെ മനസ്സിലാക്കാം, കാരണം ഒരു പോയട്രിന്റെ പൊയറ്റിക്സ് മനസ്സിലായാലാണ് അതിലെന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പിന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ വർക്കുകളാണ് ആദ്യം നമ്മൾ ചെയ്ത് വെക്കേണ്ടത്. എങ്കിലേ ഒരു ബേസ് ഇല്ലാണ്ട് നമ്മൾ അതിന്റെ മേലും തുടങ്ങിയിട്ട് കാര്യമല്ലോ. ഒരു വീട് എടുക്കുമ്പോൾ അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിട്ടല്ലേ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പിന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രത്യേകിച്ച് എന്റെ യൂണിവേഴ്സിറ്റി ഷിക്കാഗോയിലുള്ള ട്രെയിനിങ് അവിടെ ഫിലോളജിയിലും ഹിസ്റ്ററിയിലും ഫോക്കസ് ചെയ്തിട്ടുള്ള അവിടുത്തെ ഒരു മെത്തഡോളജി, അവിടുത്തെ ഒരു ട്രെയിനിങ് ആണ് ലിറ്ററേച്ചറിലേക്ക് എത്തിച്ചത്. അതെ, ഓഫ്കോഴ്സ് ഒരു ടെക്സ്റ്റൽ സ്റ്റഡീസിലേക്ക് എത്തിച്ചത്, ടെക്സ്റ്റൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് എന്നുള്ള രൂപത്തിലേക്ക് എത്തിച്ചത്. പിന്നെ ഒന്ന് നിങ്ങളിപ്പോ ഫോക്കസ് ചെയ്യുന്ന ഒരു പഠനം ആഫ്റ്റർ ജീലാനി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണല്ലോ. സ്വാഭാവികമായിട്ടും ഈ ഒരു ഡെസേർട്ടേഷൻ ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കുന്നതിന് പിന്നിലുള്ള ഒരുപക്ഷെ നിങ്ങളെ പ്രചോദിപ്പിച്ച എന്തെങ്കിലും കാര്യം, അതല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിലിന് പിന്നിലായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു രീതി എന്താണ്? ആഫ്റ്റർ ജീലാനി ഒന്ന്
ഒന്നിന്റെ പ്രൊജക്ട് അത്രയും തിയററ്റിക്കലി ഇപ്പോഴും ഞാൻ അതിങ്ങനെ അതിന്റെ ഒരു പ്ലേസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഒന്നൊരു ഫിലോളജിയിലും ഹിസ്റ്ററിയിലും കൂടുതൽ ഫോക്കസ് ചെയ്ത ആളായതുകൊണ്ട് തന്നെ ആന്ത്രപ്പോളജിസ്റ്റുകളാണല്ലോ കാര്യമായിട്ട് തിയറികളൊക്കെ എടുത്ത് നമ്മുടെ നാട്ടിൽ പിന്നെ അതിനെ മനസ്സിലാക്കാനും അതിന്റെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു തിയററ്റിക്കൽ ട്രെയിനിങ്ങിന്റെ ഒരു ലാക്കിംഗ് ഉണ്ട് എന്റെ വർക്കിൽ. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഇപ്പൊ ജീലാനി തങ്ങൾ മരിച്ചത് മുതൽ അല്ലെങ്കിൽ ജീലാനി തങ്ങളുടെ ജീവിതം മുതൽ ബഗ്ദാദിലുള്ള 12ാം നൂറ്റാണ്ടിലെ മൂപ്പരെ ജീവിതം മുതൽ അവിടുന്ന് ഇങ്ങോട്ട് ജീലാനി ഒരു ഫിനോമിനൻ, ഒരു ജിലാനിയൻ ഫിനോമിനൻ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. എല്ലാ തരത്തിലും ഇൻഫ്ലുവൻസ്ഡ് ആണ് അല്ലെ. അപ്പൊ അതിനെ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോ ഒരേ സമയത്ത് ഒരു മദ്രസ ഒരു മുസ്ലിം ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലെ ഒരു ടീച്ചർ ആയിരിക്കുക, ഒരു മുദരിസ് എന്നൊക്കെ പറയുന്ന പോലെ, അതോടൊപ്പം ഒരു സൂഫി ആയിരിക്കുക, അത്യാവശ്യം തരീക്കത്തിനായിട്ട് ബന്ധമുള്ളതും അതുപോലെ തന്നെ സൂഫി ഓർഡറായിട്ട് ബന്ധമുള്ളതും സൂഫി ഓർഡറിലേക്ക് ആളുകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന രൂപത്തിലും അതുപോലെ തന്നെ തസവൂഫിനെ പറ്റി നല്ല ചർച്ച ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ എഴുതുന്ന ഒരാളായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു നോർമൽ ഒരു ഉലമ, നമ്മുടെ നാട്ടിൽ ഉലമ ആക്ടിവിസം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സോഷ്യൽ പിന്നെ ബീയിങ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. ഇങ്ങനെ എല്ലാം കൂടിയ ഒരു മോഡൽ, ഒരു ജീലാനിയൻ മോഡൽ 12ാം നൂറ്റാണ്ടില് ബഗ്ദാദിലെ മൂപ്പരെ മദ്രസയിൽ വെച്ചിട്ട് അൽഹലബ് ഗേറ്റിന്റെ അടുത്തുണ്ടായിരുന്ന മൂപ്പരെ മദ്രസയിൽ വെച്ചിട്ട് മൂപ്പര് ഒരു സാധനം സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബീങ് ജീലാനിയാണ്. പിന്നെ ജീലാനിക്ക് ശേഷം വന്നിട്ടുള്ള ഓഫ് കോഴ്സ് ഈ ഖാദിരിയ ഇൻഫ്ലുവൻസിലുള്ള പല നാടുകളിലെ ആളുകൾ എപ്പോഴും അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു ജീലാനിയൻ ഐഡന്റിറ്റിയിലേക്കാണ് അല്ലെ. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് ഫാഷനിങ്, അതെ ഒരു സെൽഫ് ഫാഷനിങ്ങിന്, അതായത് ഒരു പോയറ്റ് ആയിരിക്കുക, കുറച്ച് കവിത എഴുതുക, കുറച്ച് പ്രസംഗിക്കുക, അതോടൊപ്പം തന്നെ മദ്രസയിൽ ഒരു മുദരീസ് ആവുക, അതോടൊപ്പം തന്നെ ഒരു സൂഫി ആയിട്ട് അത് പിന്നെ ദിക്റുകൾക്കും സ്വലാത്ത് മജ്ലിസുകൾക്കും നേതൃത്വം കൊടുക്കുക, സോഷ്യൽ പിന്നെ പ്രശ്നങ്ങളിൽ ഇടപെടുക. ഇതൊരു ഭയങ്കര ഒരു ജീലാനിയൻ മോഡൽ ഉണ്ട് അതിൽ അല്ലെ. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ നമ്മള് പിന്നെ എന്താണ് ചെറിയ പ്രായത്തിൽ തന്നെ കളവ് പറയരുത് എന്നുള്ളതിനൊക്കെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ജിലാനി തങ്ങളെ പിന്നെ ബഗ്ദാദിലേക്ക് പഠിക്കാൻ അയച്ചപ്പോ സ്വർണ്ണ നാണയങ്ങൾ ഇവിടെ തുന്നി കൊടുത്തിരുന്നെന്നും കമീസിന്റെ അങ്ങനെ പിന്നെ കൊള്ളസംഘം വന്നിട്ട് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുന്നതും ആ ഒരു സത്യസന്ധത കണ്ടിട്ട് ചോദിച്ചപ്പോൾ എന്റെ ഉമ്മ പറഞ്ഞിട്ട് കളവ് പറയരുത്, ഇതൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്ന ഇങ്ങനത്തെ കഥകളാണ്. കാരണം ഇസ്ലാമിന്റെ ഒരു സെൽഫ് ഫാഷനിങ് എപ്പോഴും ഉണ്ടാകുന്നത് ഇങ്ങനത്തെ കഥകളിലൂടെയും കറാമത്ത് സ്റ്റോറികളിലൂടെയും ഖുറാനിക് സ്റ്റോറികളിലൂടെയൊക്കെയാണ് അല്ലെ. ആ കഥകളിലാണ് നമ്മളെപ്പോഴും ചെറുപ്പം മുതലേ നമ്മൾ ബീങ് ഇസ്ലാം എന്നുള്ളതിന്റെ നമ്മളെപ്പോഴും ഫാഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരാള് അവരെ ജീവിതം മരിച്ചത് മുതൽ ഇസ്ലാമിക് വേൾഡിൽ പ്രത്യേകിച്ച് സദേൺ ഏഷ്യയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഇയാളെ മാർക്ക് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു എളുപ്പപ്പണി എന്നാണ് ശരിക്കും ഒരു ടെൻഡേറ്റീവ് ടൈറ്റിൽ എന്നുള്ള ആഫ്റ്റർ ജീലാനിക്ക് ശേഷം ആഫ്റ്റർ ജീലാനി ദ ഹിസ്റ്ററി ഓഫ് സൂഫിസം, പൊയറ്റിക്സ് ആൻഡ് ഇമാജിനേഷൻ ഇൻ ഇസ്ലാമിക് സദേൺ ഏഷ്യ എന്നാണ്. അതായത് ജീലാനിക്ക് ശേഷം സൂഫിസവും പോയട്രിയും ഇമാജിനേഷനും എങ്ങനെയാണ് സദേൺ ഏഷ്യയിൽ മാറ്റണ്ടായെന്നുള്ള ഒരു ലോങ് ഡ്യൂറേ പിന്നെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. എത്രത്തോളം എന്നോട് തമാശയായിട്ട് ഇവര് പറഞ്ഞത്, എൻ്റെ കമ്മിറ്റിയിലുള്ള ഒരാൾ പറഞ്ഞത്, ഒരു 4 വോളിയം എഴുതാനുള്ള പുസ്തകമാണ് ഇത്, ഡിസർട്ടേഷന്റെ വർക്കല്ല എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആഫ്റ്റർ ജീലാനി എന്നുള്ള പിന്നെ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഓഫ് കോഴ്സ് അതിന് അതിൻ്റെതായിട്ടുള്ള തിയററ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും. സ്റ്റോറീസ് പറഞ്ഞല്ലോ, ഇപ്പൊ ജീലാനെ കുറിച്ചുള്ള സ്റ്റോറികളൊക്കെ ഇതൊക്കെ ഒന്നെങ്കിലും ബേസ്ഡ് ആയിട്ടുള്ള അറബിയിലോ പേർഷ്യയിലോ എന്നുള്ള സ്റ്റോറീസ് ഒക്കെ മലയാളത്തിലേക്ക് ലോക്കലൈസ്ഡ് ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിലുള്ള ഒരു സാക്രഡ്നെസ് നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? മറ്റുള്ള യഥാർത്ഥ ഭാഷയിൽ നിന്ന് ലോക്കലൈസ്ഡ് ഭാഷയിലേക്ക് മാറ്റുന്ന സമയത്ത് ഒരുപക്ഷെ സൂഫികളിനെ സ്വയമേ ലോക്കലൈസ്ഡ് ആയി പോവാണ്. അപ്പോൾ ഒരു സാക്രഡ്നെസ്സിന് ഒരു ചേഞ്ച് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ലാക്നെസ് വരുന്നുണ്ടോ അവിടെ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും അതിൻ്റെ കോൺഷ്യസ്ലി പല ലാംഗ്വേജുകൾ, ഇപ്പൊ അറബി തമിഴിലും അറബി ബംഗാളിയിലും മുസൽമാനി ബംഗ്ല എന്ന് പറയുന്ന ഈ അറബി മലയാളം പോലത്തെ അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടായിട്ടുള്ള പിന്നെ ലാംഗ്വേജുകളിലും പല ലാംഗ്വേജുകളിലും ഇങ്ങനെ ഒരു ഡിസ്കഷൻ അവരെ ഏർലി ലോക്കൽ, അതായത് ഈ പറയുന്ന കൾച്ചറുകളിലൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ മുസ്ലിങ്ങൾ ആദ്യമായിട്ട് അവരുടെ സ്പോക്കൺ ലാംഗ്വേജിൽ അവരുടെ റിട്ടൺ ലിറ്ററേച്ചർ എഴുതി തുടങ്ങുമ്പോൾ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ് അതായത് അവരതുവരെ ചിലപ്പം ഇസ്ലാമിക് ലിറ്ററേച്ചർ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക ഫാർസിയിലോ പേർഷ്യനിലോ അറബിയിലോ ആവും. അതിൽ നിന്ന് സ്വന്തം ഭാഷയിലേക്ക് ഒരു റിട്ടൺ ലിറ്ററേച്ചർ ആയിട്ട് ഉറപ്പായിട്ട് അവർ ക്ലാസ് എടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ അവരെ ലാംഗ്വേജിൽ തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊരു റിട്ടൺ ലിറ്ററേച്ചർ ആയിട്ട്
സാക്നസ് നഷ്ടപ്പെടും. അത് അങ്ങനെ അവരെ ആങ്സൈറ്റി ഉള്ളതായിട്ട് നമുക്ക് പലതിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവര് വാദിക്കപ്പെടുന്ന നോക്കുക ഇതിലേക്ക് ആക്കി എന്ന് വെച്ചിട്ട് ഒരിക്കലും ആ ലിറ്ററേച്ചറിന് പ്രശ്നം സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ബാംഗ്ലയിലോ തമിഴിലോ മലയാളത്തിലോ ലിറ്ററേച്ചർ എഴുതിയെന്ന് വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് ഇസ്ലാമിന്റെ ഒരു അതിന്റെ ഒരു അതിന്റെ ഒരു പാരമ്പര്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നില്ല. മാത്രമല്ല അത് ഒന്നുകൂടി എളുപ്പമാക്കുന്നുള്ളൂ അവരുടെ പണി, ആളുകളിലേക്ക് ഇസ്ലാമിന്റെ മെസ്സേജ് എത്തിക്കാനും അതുപോലെ തന്നെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് എത്തിക്കാനും കൂടുതൽ അതിനെ സഹായിക്കുന്നുള്ളൂ എന്നുള്ളൊരു ചർച്ചകൾ ആണ് പല ലാംഗ്വേജുകളും കണ്ടിട്ടുള്ളത്. ഇപ്പൊ അറബി മലയാളത്തിൽ അങ്ങനെ ഒരു ചർച്ച നമുക്ക് ശരിക്ക് റെഫറൻസ് ആയിട്ട് വെക്കാനൊന്നുമില്ല. അപ്പൊ നമുക്ക് ആകെ ഒരു എക്സ്ട്രാപ്പുലേറ്റ് ഒക്കെ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ളത് ഇപ്പോ പാലിലെ വെണ്ണാപ്പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ വാക്യമുള്ളവർ അതിനെ പിടിച്ചോവ എന്നുള്ള മുഹ്യിദ്ദീൻ മാലയിലുണ്ടല്ലോ. അപ്പൊ പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്ന മുഹ്യിദ്ദീൻ മാലിനെ പറ്റി. പാല് എന്ന് പറയുന്ന ഇതിന്ന് വെണ്ണ എന്ന് പറയുന്നത് അതിലുള്ള ഒരു ക്രീമാണ്, അത്രയും ക്രീമായിട്ടുള്ളൊരു സാധനം. അപ്പൊ ഞാനിപ്പോ ഈ ഡീകൊളോണിയാലിറ്റി എന്നുള്ള ആ ഒരു പുതിയ വോള്യൂം വരുന്നുണ്ട്, റെനി എഡിറ്റ് ചെയ്യുന്നത്. അതിൽ കോർവ എന്നുള്ളൊരു കീവേഡാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കോർവ എന്നുള്ളത് എങ്ങനെയാണ് പോയറ്റിക്സിനെ മനസ്സിലാക്കാനും അതിനെ ബെറ്റർ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് കോർവ എന്നുള്ളതിന്റെ അപ്പൊ അതില് കോർവ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോർവ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോർക്ക, ഒരു മാല കോർക്കുന്ന പോലെ കോർവകളാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പലതും ഉദ്ദേശിക്കുക, അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞുള്ള ഒരു കാര്യം ഇപ്പോ സൗത്ത് ഏഷ്യയില് പ്രത്യേകിച്ച് പോയട്രിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കോർക്കുക, അതുപോലെ തന്നെ ബീഡിങ് എന്ന് പറഞ്ഞാൽ മുത്ത് കോർക്കുന്ന പോലെ കോർക്കുക, അതുപോലെ തന്നെ കണ്ണിയാക്കി വെക്കുക, അതുപോലെ തന്നെ ഇതുപോലെ പാലിന്ന് വെണ്ണ എടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ലിറ്ററേച്ചറിനെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. അപ്പോ ഓഫ് കോഴ്സ് ലൈക്ക് മുഹ്യിദ്ദീൻ മാല വെണ്ണയാക്കുന്നു എന്ന് പറയുമ്പോൾ വെണ്ണ എന്ന് പറയുന്നത് പാലിലേറെ അമൂല്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് മൂപ്പർ അതിനെപ്പറ്റി എഴുതുന്നതൊക്കെ മൂപ്പർ പറയുന്നത് ബഹജ കിതാബ് എന്ന് നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്, തക്മീലയെന്ന് നോക്കിയിട്ടാണ് എഴുതുന്നത്. ബഹജ എന്ന് പറയുന്നത് ബഹജത്തുൽ അസ്റാറാണ്. അലി ബിൻ യൂസുഫ് ഷത്തനൂഫി എഴുതിയിട്ടുള്ള ഒരു കൈറനി സ്കോളർ ആയിരുന്നു. തക്മീല എന്ന് പറയുന്നത് ഇമാം യാഫി മക്കയിലുണ്ടായിരുന്ന ഒരു വലിയ ഖാദിരി ഫിഗറാണ്. ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു ഫിഗറും കൂടിയാണ് നിന്റെ വർക്കിന് വേണ്ടിയിട്ട്. അപ്പൊ ആള് എഴുതിയ ഖുലാസത്തുൽ മഫാഹിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ടെക്സ്റ്റുകളിൽ നിന്ന് മൂപ്പരുടെ ലാംഗ്വേജിലേക്ക്, മലയാളത്തിലേക്ക്, അറബി മലയാളത്തിലേക്ക് ഇതിനെ ആക്കുമ്പോൾ അതിനെ വെണ്ണ പോലെയാണ് അതിനെ ഞാനൊരു ബൈത്താക്കി ചൊല്ലുന്ന പറഞ്ഞത്. അപ്പൊ ഒരു ബൈത്ത് എന്നുള്ള ഒരു പോയട്രിക്ക് ഉള്ള ഒരു ഇമ്പോർട്ടൻസും ആവാം അത് പറയുന്നത്, പോയട്രിക്ക് ഉള്ള ഒരു അതിന്റെ ഒരു പ്രഷ്യസ്നെസ് ആവും പറയുന്നത്. അതോടൊപ്പം തന്നെ പോയട്രിയും അതുപോലെ തന്നെ മൂപ്പരുടെ ലാംഗ്വേജിൽ ഇതിലേക്ക് ആക്കുമ്പോൾ ഉള്ള അതിന്റെ ഒരു വാല്യൂവിനെ പറ്റിയാവും മൂപ്പര് പറയുന്നത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും ലിറ്ററേച്ചർ ഇങ്ങനെ അതിനെ ഒരു ക്രോസ് റീഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷാരകളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ സാക്രഡ്നെസ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതെ, ഒരിക്കലും അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങനെ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുനിയൂലല്ലോ. പിന്നെ ഒരിക്കലും ഇസ്ലാമിന്റെ വെർണാക്കുലറൈസേഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിക് സ്പെയിൻ അൽ-അന്ദലൂസിന്റെ എക്സാമ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇറാനിന്റെ എക്സാമ്പിൾ ഉണ്ട്, പേർഷ്യൻ വേൾഡിന്റെ എക്സാമ്പിൾ ഉണ്ട്, പിന്നെ ഏർലി സൗത്ത് ഏഷ്യന്റെ എക്സാമ്പിൾ ഉണ്ട്. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ഇസ്ലാം സോ കോൾഡ് ഈ ഒരു അറബ് സ്പീക്കിംഗ് വേൾഡിൽ നിന്ന് വേറൊരു ലാംഗ്വേജ് സ്പീക്കിംഗ് വേൾഡിലേക്ക് പോകുന്നതിന്റെ ഏർലി എക്സാമ്പിൾസ് ഉള്ളത്. അപ്പൊ അവിടേക്ക് എത്തുമ്പോഴും അതൊരു ഇസ്ലാം ഒരു ലോക്കൽ ലാംഗ്വേജിനും ലോക്കൽ കൾച്ചറിനൊക്കെ എതിരുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ലിറ്ററേച്ചറിൽ ഉണ്ടായി വരില്ലല്ലോ. ഇപ്പോൾ സ്പെയിനിൽ അൽഗമിയാദോ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ അറബിക് സ്പാനിഷ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ലിറ്ററേച്ചറുകൾ, അതിൻ്റെ ഒരുപാട് ലിറ്ററേച്ചർ. ഇപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ വെർണാക്കുലർ ലാംഗ്വേജുകളും സോ കോൾഡ് ക്ലാസിക്കൽ ലാംഗ്വേജ് കോസ്മോപൊളിറ്റൻ എന്നുള്ളത് ഭയങ്കര അതൊരു ഓവർ യൂസ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാത്തതുകൊണ്ടും ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയാനാണ് എനിക്ക് ഒന്നുകൂടി പ്രിഫറൻസ്. ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ടുള്ള പേർഷ്യനും അറബിക്കും ഈ ലാംഗ്വേജുകളൊക്കെ ശരിക്കും ഒരിക്കലും ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആന്റഗോണിസ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നല്ല. ഇപ്പോൾ ട്രാവിസ് ജാദന്റെ ഒക്കെ ഏർലി ഖുർആൻ വെർണാക്കുലറൈസേഷന്റെ വർക്കിൽ മൂപ്പര് പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് ഇതെപ്പോഴും കോംപ്ലിമെന്ററി ആണ്. ഒരു അറബി കിതാബിനെ മനസ്സിലാക്കാൻ അതിന്റെ അതിന്റെ ഹാമിഷില് മാർജിലാനിൽ എഴുതുന്ന സമയത്ത് ചിലപ്പം അറബി മലയാളത്തിലോ പേർഷ്യനിലൊക്കെ ആവും അവരതിന്റെ ട്രാൻസ്ലേഷൻ അതപ്പോ എപ്പോഴും കോംപ്ലിമെന്ററി ആയിട്ടുള്ള സാധനം. അതിനെ മനസ്സിലാക്കാൻ അതെ ഇതിനെ മനസ്സിലാക്കാൻ ഇതിന്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത്, ഒരിക്കലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകുന്ന ഒന്നുമല്ല. മനസ്സിലായോ? വെർണാക്കുലറും സോ കോൾഡ് ക്ലാസിക്കൽ ലാംഗ്വേജുകളും എപ്പോഴും ഇങ്ങനെ
സൈഡ് ബൈ സൈഡ് എക്സിസ്റ്റ് ചെയ്തിരുന്ന കോ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സാധനം. ഒരിക്കലും അതൊരു ഭയങ്കര ആന്റഗോണിസ്റ്റിക് അല്ലായിരുന്നു അതിന്റെ റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങളുടെ വർക്ക് ഒന്നുകൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മലയാളം, ഉറുദു, അതുപോലെ തന്നെ ഇങ്ങനത്തെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള സ്പെഷ്യലൈസ്ഡ് ചില ലാംഗ്വേജുകളാണ് ഫോക്കസ് ചെയ്യുന്നത്, വെർണാക്കുലേഷന്റെ ഭാഗമായിട്ട് ഫോക്കസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഈ ഒരു ലോക്കലൈസ്ഡ് ലാംഗ്വേജിൽ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ സൂഫിസമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ, കൃതികളോ? ഇന്നെ പ്രത്യേകിച്ച് ഞാൻ ജിലാനി തങ്ങളെ പറ്റിയുള്ള ഒരു വർക്കാണ് ചെയ്യുന്നുണ്ട്, മൊയ്തീൻ ഷാഹിനെ പറ്റിയുള്ള ഒരു വർക്കാണ് ചെയ്യുന്നതുകൊണ്ട് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ പഷ്തോ മുതൽ അഫ്ഗാനിസ്ഥാനിലെ പഷ്തോ മുതൽ മലയ് വരെയുള്ള ലാംഗ്വേജുകളിൽ ആദ്യമായിട്ട് മുസ്ലിങ്ങളുടെ അവരെ ലോക്കൽ ലാംഗ്വേജുകളിൽ ഇത്രയും സ്ഥലങ്ങളിൽ എഴുതപ്പെട്ട കൃതികളിൽ ഒരു കൃതി ജീലാനി തങ്ങളെ പറ്റിയാണ്. ഇപ്പൊ മലയാളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മുഹ്യിദ്ദീൻ മാല, ഇപ്പോ അറബ് തമ്മിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പൽസന്ത മാല മുതൽ അത് കഴിഞ്ഞ് ഏളി മിഗ്രാജ് മാല, ഇങ്ങനത്തെ മാലകളിലൊക്കെ ജീലാനി തങ്ങൾക്ക് വേണ്ടി വലിയൊരു ഭാഗം അതിൽ പോയട്രി ആയിട്ട് എഴുതുന്നുണ്ട്, ഡെഡിക്കേഷൻ ആയിട്ട്. മലയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഹംസ ഫൻസൂരിയാണ് അവിടുത്തെ ആദ്യത്തെ പോയറ്റ് 16-ാം നൂറ്റാണ്ട്. മൂപ്പര് ഒരു ഖാദിരി ആയിരുന്നു, മൂപ്പര് എഴുത്തുകളിൽ ജീലാനി വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി പഷ്തോല് പറയപ്പെടുന്ന ആദ്യത്തെ ഒരു പിന്നെ കൃതി ഇതുപോലെ പിന്നെ ജീലാനി തങ്ങളെ പറ്റിയാണ്. ഇനി ഏറ്റവും ആദ്യത്തെ കൃതി അല്ലെങ്കിലും ആദ്യം വന്ന ചില കൃതികളിൽ അതിൽ ജീലാനിനെ പറ്റിയുള്ള ഒരു പ്രൈസ് പോയട്രി ഉണ്ടാവും. അപ്പൊ ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയതിൽ അങ്ങനെയാണ് ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ഡെസർട്ടേഷൻ, ഫസ്റ്റ് പാർട്ട് ഓഫ് ഡെസർട്ടേഷൻ ഹിസ്റ്റോറിക്കൽ, എങ്ങനെയാണ് ജീലാനി ഇത്രയും റിനൗണ്ട് ആയിട്ടുള്ള ഒരു സൂഫി ആയതെന്നുള്ള ചോദ്യം. സെക്കൻഡ് പാർട്ടിൽ ഞാൻ കൂടുതൽ നോക്കുന്നത് എന്താണ് ഇത്രയും മുസ്ലിങ്ങൾ ആദ്യമായിട്ട് ഒരു ലിറ്ററേച്ചർ അവരുടെ ലാംഗ്വേജുകളിൽ അവിടുത്തെ ലിറ്ററാറ്റി എഴുതി തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് ജീലാനി അവർക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറി. ജീലാനിന്റെ പ്രൈസ് പോയിട്ട് മുഹ്യിദ്ദീൻ മാല എന്തുകൊണ്ട് അറബ് മലയാളത്തിൽ ആദ്യത്തെ കൃതിയായി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു നമ്മൾ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ അത് ജീലാനിയൻ പോയട്രി, ജീലാനിയൻ പ്രൈസ് ആയി മാറാനുള്ള കാരണം എന്താണെന്നുള്ള അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഖാദിരികളായിരുന്നു അവിടെ എഴുത്താളരായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ അടിയിൽ. അപ്പോൾ ഖാദിരിയ ആസ് എ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് സെൽഫ് ഐഡന്റിഫൈഡ് ലിറ്റററി ഗ്രൂപ്പ് ഇൻ സദേൺ ഏഷ്യ, അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ അവരെ നേറ്റീവ് ലാംഗ്വേജുകളിലെ ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ, ഇപ്പോൾ അറബി മലയാളം എന്നുള്ള ഭാഷയൊക്കെ ഉണ്ടായി വരുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ എൻ്റെ സ്പോക്കൺ ലാംഗ്വേജ് എനിക്ക് എഴുതുന്ന ഭാഷയിലേക്ക് മാറ്റണം എന്നുള്ള, എന്തായാലും മുസ്ലിങ്ങളെ ഇവിടെ മുസ്ലിങ്ങളും മലബാറിലുള്ള സമയം മുതലേ അവരെന്താണ് മലയാളം പറയുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി അവരുടെ സ്പോക്കൺ ഭാഷ എഴുത്ത് ഭാഷയായിട്ട് മാറ്റണം എന്നുള്ള, അല്ലെങ്കിൽ അതിനൊരു ലിറ്റററി ലാംഗ്വേജ് ആയിട്ട് മാറ്റണം എന്നുള്ള അടുത്താണല്ലോ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റിൽ ജിലാനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഖാദിരികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ് എന്താണ് അവരതിലേക്ക് ചെയ്യുന്നത്. അപ്പോ അങ്ങനത്തെ പിന്നെ അപ്പൊ ജിലാനിക്ക് അതിലുള്ള ഇൻഫ്ലുവൻസ് അപ്പോൾ മനസ്സിലാവുന്നത് വെച്ചാൽ ഒരുപാട് മറ്റ് മത ലിറ്ററേച്ചറുകൾ വരുന്നൊരു സമയമാണ് അല്ലെ. പലതരത്തിലുള്ള ലിറ്ററേച്ചറുകൾ ആ സമയത്ത് എക്സിസ്റ്റിംഗ് ആണ് അവരെ ജീവിക്കുന്ന സമയത്ത്. അപ്പോൾ അതിലൊക്കെ ഉള്ളത് എന്താണ്, സെമി ഫിക്ഷണൽ ആയിട്ടുള്ള ഒരുപാട് കഥകളും ഒരുപാട് വണ്ടർഫുൾ എന്താണ് ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറയുന്ന അതിൽ വരുന്ന ആ ഒരു കാറ്റഗറി വരുന്ന കഥകളാണുള്ളത്. അപ്പൊ ജീലാനിയുടെ കറാമത്തുകൾ അങ്ങനത്തെ ഒരു ഫാന്റാസ്റ്റിക്കിൽ വരുന്ന ഒരു സാധനം അല്ലെ. അതായത് കോഴിയുടെ മുള്ളോട് കൂവന്ന് ചെന്നാരെ കൂകി പറന്നോർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഭയങ്കര ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന കഥകളാണ് ജീലാനിന്റെ കറാമത്ത്. അതുപോലെ തന്നെ ചത്ത ശവത്തിന് ജീവൻ കൊടുത്തു, ആകാശത്ത് പാറി നടന്നു, എന്താണ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ആൾക്കാരെ ഞാൻ കുപ്പിന്റെ അകത്തുള്ള വസ്തുവിനെ പോലെ ആൾക്കാരെ മനസ്സിനറിയാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് രസമുള്ള ഒരുപാട് ആളുകളെ എന്താണ് രസം ഉളവാക്കുന്ന രൂപത്തിലുള്ള അല്ലെ ഫാന്റാസ്റ്റിക് വണ്ടർ ലിറ്ററേച്ചർ എന്നൊക്കെ ഉള്ള രൂപത്തിൽ വരുന്ന. അപ്പോൾ അങ്ങനത്തെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്താണ് ഒരു കവി എന്നുള്ള രൂപത്തിൽ ഒരു കവിന്റെ കവിത്വം, അതുപോലെ തന്നെ ആ കവിതയിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ളതായിട്ട് ജീലാനിന്റെ കറാമത്തുകൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നിയോ? അതുകൊണ്ടാണോ ഖാദിരികൾ ഇതിൻ്റെ അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലോളജിക്കൽ ചോദ്യങ്ങളും ഫിലോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ഇതിൽ. അതോടൊപ്പം തന്നെ ഒരു റിട്ടൺ ലാംഗ്വേജ് ആയിട്ട് ഇപ്പൊ അറബി മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ, അറബി തമിഴിന്റെ ക്വസ്റ്റ്യൻ, നമുക്കിപ്പോ ഇപ്പോ നൈൽ ഗ്രീൻ ഒക്കെ ഇപ്പോൾ തുടങ്ങി വെച്ചൊരു ഡിസ്കഷൻ ഉണ്ട്, അറബിക് ആസ് എ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജ് എന്നുള്ള ഡിസ്കഷൻ. അറബിക് ഒരു സൗത്ത് ഏഷ്യൻ ഭാഷയാണോ എന്നുള്ളൊരു ചോദ്യം. കാരണം ഇന്ത്യയിൽ സദേൺ ഏഷ്യയിലുള്ള പല ലാംഗ്വേജുകളും ഹിന്ദി അടക്കം ആദ്യം എഴുതപ്പെട്ട ഒരു ലിപി ദേവനാഗരിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അറബി നസ്തലീഖിലോ അറബിൽ നിന്ന് പിന്നെ ഉരുത്തിരിഞ്ഞു വന്ന നസ്തലീഖിലാണ്. അപ്പോൾ
അതിൻ്റെ ഒരു ഡിസ്കഷൻ നടക്കുന്നതോടൊപ്പം തന്നെ അറബിക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോകുന്ന അറബി മലയാളം, അറബി തമിഴ് എന്നുള്ള ഭാഷകളുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായി വന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യാലിറ്റി എന്താണ്, അങ്ങനത്തെ ഒരു ഡിസ്കഷനിലേക്കും പ്രത്യേകിച്ച് ഖാദിരിയ, ജീലാനി, പെറീസ് പോയട്രി മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് കൂടുതൽ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നിങ്ങളുടെ ഡിസർട്ടേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു. അപ്പോൾ ഈ ഒരു എഡിഷനുമായി ബന്ധപ്പെട്ടിട്ട് സൂഫിസം ബിയോണ്ട് ദ മിസ്റ്റിസം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ കുറച്ചേരം സംസാരിക്കുന്നത് കൂടുതൽ ഉചിതമാണെന്ന് വിചാരിക്കുന്നു. അതായിട്ട് ഈ ഇപ്പോൾ പൊതുവെ ഉള്ള ഒരു പോപ്പുലർ ആയിട്ട് അംഗീകരിക്കപ്പെടുന്ന രീതിയുണ്ട്. ഈ മിസ്റ്റിസം ആണ് സൂഫിസം എന്ന് പറഞ്ഞാൽ മിസ്റ്റിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. പക്ഷെ വെസ്റ്റേൺ നോളജിന്റെ അപ്രമാദത്തെ കാരണത്താൽ ഉണ്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് നിന്നുകൊണ്ട് പക്ഷെ നിങ്ങളുടെ വർക്കുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പോകുന്ന രീതി ഇപ്പോൾ എനിക്ക് സംസാരിച്ചത് മനസ്സിലായത് സൂഫിസം എന്നുള്ളത് ഓരോ സമൂഹത്തിന്റെ ആ ഒരു സോഷ്യൽ രീതികളെയും അതിനപ്പുറത്തേക്ക് അടുത്ത ഭാഷകളെയൊക്കെ ഷേപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് സൂഫിസം മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആശയത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അതായത് ഒരു പോപ്പുലർ ആയിട്ടുള്ള നിലനിൽക്കുന്ന മിസ്റ്റിസിന് അപ്പുറത്തേക്ക് അതല്ല ഈ ഒരു രീതികളൊക്കെ ഷേപ്പ് ചെയ്യുന്ന ഒരു വസ്തുവായിരുന്നു സൂഫിസം എന്നുള്ള രീതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാല് പിന്നെ ജിലാനി തങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിനെ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരുപാട് നോഷൻസിനെയും ഒരുപാട് ക്ലെയിംസിനെയും ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റുകളൊക്കെ അതിങ്ങനെ ശരിക്ക് എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്യണ പോലെ നമുക്ക് തോന്നും. എത്രത്തോന്ന് വെച്ചാൽ ഇപ്പൊ മിസ്റ്റിസ് ഇപ്പൊ നമ്മൾ സാധാരണ പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൂഫി എന്നുള്ളത് എപ്പോഴും നമ്മളൊരു വെസ്റ്റേൺ അക്കാഡമിയിൽ അത്രയും ഉപയോഗിച്ചപ്പോൾ അതാണ്. പിന്നെ ഇസ്ലാമിലുള്ള പിന്നെ ഇസ്ലാമിക് ഡിമെൻഷൻ ഓഫ് ക്രിസ്ത്യൻ മിസ്റ്റിസത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് സൂഫിസം. സൂഫിസം ഒരിക്കലും പിന്നെന്താണ് വെസ്റ്റേൺ അക്കാഡമി എന്ന് വന്ന പദമൊന്നും അല്ലല്ലോ. കാരണം തസവൂഫ് എന്നും സൂഫി എന്നുള്ള ടെർമിനോളജി ഒക്കെ 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് മുതലേ അറബി. അതെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ അറബി ലിറ്ററേച്ചർ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് എന്താണ്? വലിയ, ഔലിയ എന്നൊക്കെയാണ്. നമ്മളെ കേരളത്തില് പ്രത്യേകിച്ച് മലബാറിലും തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ഔലിയ, വലിയ എന്നാണ്. അപ്പൊ ഇതിനെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളത് വലിയ ചോദ്യമാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ മിസ്റ്റിസിസം എന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഷിക്കാഗോയിലുള്ള യൂസഫ് കെ സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർ ഉണ്ട്. അപ്പൊ ആളെ കോഴ്സ് ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് മിസ്റ്റിസിസം എന്ന് പറഞ്ഞിട്ടാണ്. മുപ്പര് ആർഗ്യൂ ചെയ്യുന്നതും മിസ്റ്റിസിസം എന്നുള്ള വാക്ക് എന്തുകൊണ്ടും എന്താണ് സൂഫിസത്തിന് ആപ്റ്റ് ആണെന്ന്. പക്ഷെ പല ആളുകളും സാധാരണ സൂഫി എന്നുള്ള വാക്കിനൊക്കെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് സൂഫി എന്നുള്ളത് ഫ്രണ്ട് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ സൂഫിസം എന്നുള്ളതിന്റെ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ഗോഡ് എന്നുള്ള രൂപത്തിലാണ്. അതിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവാം. പക്ഷെ മിസ്റ്റിസം എന്നുള്ള ഒരു ഓഫ് കോഴ്സ് ഒരു ക്രിസ്ത്യൻ സെയിന്റ് എന്നുള്ള വാക്കും ദ വെരി വേർഡ് എന്നുള്ളതും ഭയങ്കര ക്രിസ്ത്യൻ റിലീജിയസ് എന്താണ് പാക്കേജ് ഉള്ളൊരു വാക്കാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഈ നേരത്തെ പറഞ്ഞ മിസ്റ്റിസിസം അങ്ങനെ ഒരു അല്ലെ ഒരു മിസ്റ്റിക് എന്നുള്ളത് ഓഫ് കോഴ്സ്. ഇപ്പൊ ഞാൻ ആളുകളൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ എന്താണ് സൂഫിസം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് ഇത് മിസ്റ്റിസിസം അല്ലേ, അപ്പൊ മിസ്റ്റിസിസം ആണോ? ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ ജിലാനി പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിന്റെ വർക്ക് എടുത്ത് നോക്കുമ്പോൾ മൂപ്പരെ സമയത്ത് ഒരു 10 വർഷം കണ്ട് മൂപ്പര് ഇങ്ങനെ കറക്റ്റ് റെക്കോർഡില്ലാത്ത ഒരു മൂപ്പരെ ജീവിത സമയമുണ്ട്. ഇപ്പൊ ആ സമയത്ത് ബഗ്ദാദിലെ സിറ്റിന്റെ പുറത്തുള്ള ഒരു മരുഭൂമി പോയിട്ട് ധ്യാനിരിക്കലായിരുന്നു. ആ സമയത്താണ് ഖിദർ പിന്നെ അലൈഹി സ്വലാമുമായിട്ടുള്ള മൂപ്പരുടെ ഒരുപാട് സംഭാഷണങ്ങൾ നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. അതല്ല, ആ സമയത്ത് മൂപ്പര് ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു സ്പിരിച്വലി. അങ്ങനെ ശ്രീലങ്കയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ പോയി മൂപ്പര് ഇരുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ശ്രീലങ്കയിലെ ദഫ്തർ ജയിലാനി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു മല ഉണ്ട്. ഈ മലയിൽ മൂപ്പര് വന്നിരുന്നു എന്നുള്ള വിശ്വാസമുള്ള സ്ഥലങ്ങളുണ്ട്. കാൽപ്പട്ടണത്ത് ഒരുപാട് പറയും നിനൈവിടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സേക്രഡ് സ്പോട്ടുകളുണ്ട്. അപ്പോ ഈ ഒരു സമയം അല്ലാണ്ട് ബാക്കിയുള്ള സമയത്തൊക്കെ മൂപ്പര് ലൈഫ് ഒരു മിസ്റ്റിക്കൽ ലൈഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മിസ്റ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾക്ക് മിസ്റ്റിക് ആയിട്ട് തോന്നുന്നത്, നിഗൂഢമായ അല്ലെങ്കിൽ എന്താ പറയാ അല്ലെ, അതിനല്ലേ മിസ്റ്റിക്സ് എന്ന് പറയാം. അതെ അതെ അതെ. അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ നിന്ന് എന്താ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ശരിക്ക് എല്ലാ സൂഫികളുടെയും ലൈഫ് ആന്റിനോമിയൻ സൂഫികളല്ലാത്ത, ആന്റിനോമിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് സൈദലവിക്കൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ കോയപ്പാപ്പാനെ പറ്റി ഭയങ്കര കോയപ്പാപ്പാനെ പറ്റി എഴുതിയിട്ടുണ്ട്. നമ്മളൊരു ലോക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരിക. ആന്റിനോമിയൻ അതായത് ഒരാള് തസഫിന്റെ മാർഗത്തിൽ കയറി ജദുബിന്റെ ആളിലൊക്കെ എത്തിയിട്ട് ജദുബൊക്കെ ആയിട്ട് ആളുടെ ബുദ്ധി നീങ്ങിപ്പോയി. അങ്ങനെ ആവുമ്പോ എന്താണ് പിന്നെ അവർ ആന്റിനോമിയൻ. അവർക്ക് എന്താണ് ആന്റി എന്നുള്ള നോമിയൻ എന്നുള്ളതും പ്രോബ്ലം ആയിട്ട് അവരൊരു
ലോക്ക് എതിരല്ല, പക്ഷെ അവർക്ക് ലോ അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള ബുദ്ധിസ്ഥിരത അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ആ ഒരു അഗാധമായ പ്രണയത്തിലോ അല്ലെങ്കിൽ ആ ഒരു അതില് എന്താണ് ആണ്ട് പോകുമ്പോൾ. ഇപ്പൊ ഇങ്ങനത്തെ ആന്റിനോമിയൻ അല്ലാത്ത സൂഫികള് സാധാരണ അങ്ങനത്തെ സൂഫികൾ വളരെ കുറച്ചുള്ളൂ. ഈ കലന്തരിയ മസ്താൻ എന്നൊക്കെ ഉള്ള ആ ഒരു കലന്തർ എന്നുള്ള റേഞ്ചിലേക്ക് എത്തുന്ന ആളുകൾ. അല്ലെങ്കിൽ ബാക്കിയുള്ള സൂഫികൾ നമ്മൾ കാണുന്നത് ഈ ആന്റോമിയൻസിനെ ഒഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെ കുറഞ്ഞ ഭാഗം അവര് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അവർ ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജിലാനി തങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു 10 വർഷ കാലത്ത് മൂപ്പര ഒരു ലൈഫ് നമുക്ക് അത്ര റെക്കോർഡിക്കലല്ല, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ ക്രോണിക്കിൾസിലോ ഒന്നും കാണാൻ പറ്റുന്നല്ല. അപ്പോ ഈ ഒരു സമയത്തെയാണ് ശരിക്ക് സൂഫിസത്തിന്റെ ഒരു പീക്കായിട്ട് എന്ത് ചെയ്ത് പല സ്കോളേഴ്സും, അതിൽ വെസ്റ്റ് മാത്രമൊന്നുമല്ല പല ആളുകളും ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചതും മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പൊ ആ സമയത്ത് അവർ എഴുതുന്ന പോയട്രി, ആ സമയത്ത് അവർ പാടുന്ന പാട്ടുകൾ, ആ സമയത്ത് അവരുടെ ആക്ഷനുകൾ, ഇതിനെയാണ് ഡോമിനന്റ് പിന്നെന്താണ് ഒരു ടെർമിനോളജിയിൽ സൂഫിസം എന്ന് വിളിച്ചിരുന്നത്. ഈ ഹൽവകൾ മാത്രമാണ് അല്ലെങ്കിൽ അതിനെയാണ് സൂഫി ലൈഫായിട്ടും സൂഫിസത്തിന്റെ ഒരു ഭയങ്കര സൂഫിസത്തിനെ ഡിഫൈൻ ചെയ്ത് ആ സമയത്തുള്ള ഒരു സംഭവം. ഒരിക്കലും ഇപ്പൊ ഒരു ജിലാനിയെ പോലത്തെ ഒരാളുകൾ പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അതൊരു അവരുടെ ലൈഫിന്റെ ചെറിയ ഭാഗമാണ്. അങ്ങനെ പല സൂഫികൾക്കും അതിന്റെ ഒരു ചെറിയ ഭാഗം അവരുടെ ലൈഫിൽ ഈ സോ കോൾഡ് ഈ പറയുന്ന മിസ്റ്റിസിസത്തിന്റെ ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ അതൊഴിച്ചു നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സമയത്തൊക്കെ ഇവർ ഭയങ്കര എന്താണ് സോഷ്യൽ പിന്നെ ബീങ്ങളായിട്ട്. അതെ അതെ. ഇപ്പൊ എടുത്തു നോക്കുക, ഇപ്പൊ നമ്മളെ നാടുകളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോ അജ്മീർ ആവട്ടെ, നിസാമുദ്ദീൻ ഇതാവട്ടെ, ഇവിടുത്തെ മമ്പർ ആവട്ടെ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നോക്കി അവര് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് അത്രയും ഒരു അർബണിറ്റിന്റെ ഒരു എപ്പിട്ടം എന്നൊക്കെ പറയാൻ പറ്റും. കടകളും കമ്പോളങ്ങളും കച്ചവടങ്ങളും ആളുകളുടെ ഒഴുക്കും അധികം മലബാറിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ പുഴന്റെ അടുത്തൊക്കെ ആവും. കാരണം ഏറ്റവും കൂടുതൽ പിന്നെ ചരക്ക് നീക്കങ്ങളും ഏറ്റവും കൂടുതൽ പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ മൂവ്മെന്റുകൾ നടന്നിരുന്ന സ്ഥലമാണ് പുഴന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കോസ്റ്റൽ റീജൻസിലാവും. അപ്പോൾ ഒരിക്കലും സൂഫികൾ അവരുടെ മുഴുവൻ ജീവിതം അങ്ങനെ മിസ്റ്റിക്കലായിട്ട് ഇതാക്കിയിട്ടുള്ള ഓഫ്കോഴ്സ് അവർക്കൊരു മിസ്റ്റിക്കൽ ഇപ്പൊ വൈബ് എന്ന് പറയുന്നതിനാണ് അവർക്ക് കുറച്ചുകൂടി മിസ്റ്റിസിസം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. വൈബ് അവർക്ക് എല്ലാ സമയത്തും അവർക്ക് അതിലേക്കുള്ള ആക്സസ് ഉണ്ട്. ഒരു വൈബി ആയിട്ടുള്ള നോളജിലേക്കും വൈബി ആയിട്ടുള്ള വേൾഡിലേക്കും അല്ലെ, ഒരു ഹിഡൻ വേൾഡിലേക്കും ഹിഡൻ നോളജിലേക്കും അവർക്ക് എപ്പോഴും ആക്സസ് ഉണ്ട്. പക്ഷെ അവരുടെ ലൈഫിന് അവര് ഇങ്ങനെ ഒരു മിസ്റ്റിക്കൽ അതിലേറെ ഏറ്റവും ആക്സസിബിളും ഏറ്റവും ഇന്റർപ്രറ്റീവും ഈസിലി ഇന്റർപ്രറ്റീവും ഏറ്റവും എന്താ പറയാ സുതാര്യവും സരളമായിട്ടുള്ള ജീവിതമാണ് അവരൊക്കെ നയിച്ചിരുന്നതും. അതുപോലെ തന്നെ അവര് ഇപ്പോഴും സൊസൈറ്റിന്റെ ഇടയിൽ നിന്ന് സോഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളും ആക്ഷൻസും സോഷ്യലായിട്ട് നോളജിനെയും മറ്റുള്ള സംഭവങ്ങളെയും പോപ്പുലറൈസ് ചെയ്യാനും ഡെമോക്രറ്റൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ ഒരു ലൈഫിലെ ചെറിയൊരു ഭാഗം ഓഫ്കോഴ്സ് അവർക്ക് ഇവരുടെ പ്രശ്നം വെസ്റ്റ് മിസ്റ്റിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ചെറിയൊരു ഭാഗം അവര് അങ്ങനെയാണ് ഞാൻ മനസ്സിലായത്. അതിനെയാണ് അവര് ആ സമയത്ത് ചെയ്ത പോയട്രി ഓഫ്കോഴ്സ് അത് മിസ്റ്റിക്കൽ പോയട്രി ആവാം. കാരണം സൂഫി പോയട്രികൾ പല സമയത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് ഭയങ്കര ഡൈഡാക്റ്റിക് ആണ്, ഇൻസ്ട്രക്ഷണലാണ് ഭയങ്കര. പക്ഷെ അവര് മിസ്റ്റിക്കൽ ആയിട്ടുള്ള പോയട്രി എഴുതിയിട്ടുണ്ട്, അത് ചിലപ്പോൾ ആ സമയത്ത് എഴുതിയിട്ടുള്ളതാവാം. മനസ്സിലായോ? അപ്പോ മിസ്റ്റിസം എന്നുള്ളതിനെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ ഞാൻ സാധാരണ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ഗോഡ്, കാരണം പിന്നെ അല്ലേ ഖുറാനിൽ പറയുന്നത് അങ്ങനെയാണല്ലോ, ഒരു അവരെന്റെ എന്താണ് പിന്നെ അടുത്ത ആളുകളാണെന്നുള്ള ഫ്രണ്ട്ഷിപ്പ് കോഡുണ്ട്. നിങ്ങൾ മറ്റേ പറഞ്ഞ ആശയങ്ങളുണ്ടല്ലോ, ഇപ്പൊ ലിറ്ററേച്ചറിലൊക്കെ ഒരു ഷേപ്പ് ചെയ്ത സാധനം സൂഫിസം, അതിലേക്കുള്ള അർത്ഥം കിട്ടുമോ ഈ ഫ്രണ്ട്ഷിപ്പ് കോഡ് സൂഫി എന്നതിന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ അതിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്കൊരു ബെറ്റർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ ഈ സയൻസ് എന്ന് പറയുന്നത് എങ്ങനെ അതിന്റെ രീതി പോവാ? സയൻസിന്റെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്രിസ്ത്യൻ റിലീജിയന്റെ ഒരു പാക്കേജ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ? പക്ഷെ ഓഫ് കോഴ്സ് ലൈക്ക് നമുക്ക് എപ്പോഴും നമ്മളെന്താ നോക്കുന്നത്, നമ്മളിപ്പോ ഇതിലൊക്കെ ചെയ്യുന്നത് നോളജിന്റെ ഇപ്പോ പല ഭാഷകളിലുള്ള നോളജുകള് വെസ്റ്റേൺ അക്കാഡമിയിലേക്ക് നമ്മളത് അതിന്റെ പിന്നെന്താണ് അതിന്റെ എന്താ പറയാ ഫ്രെയിം വർക്കുകളും അതിന്റെ ടൂൾസുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ നോക്കുകയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് അതിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. ഇതിൽ പറയുന്ന അതേ ഇതിൽ തന്നെ ഇത് കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മളൊരു ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു സാധനം നിർത്താൻ അതിലൊരു പ്രാക്ടിക്കാലിറ്റി ഇല്ലല്ലോ ചെയ്യുന്നില്ല. ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതിൽ നല്ല രൂപത്തിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് സഹായിക്കാന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ടെർമിനോളജി ഉപയോഗിക്കുന്നിടത്തല്ല ഞാൻ പറയാറുള്ളത്, ടെർമിനോളജിന്റെ കളികളാണ് ഇപ്പൊ എല്ലായിടത്തും ഉള്ളത്. ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം അതിലേറെ പ്രശ്നമാവും.
അപ്പൊ അതാണ് അക്കാഡമിയിലുള്ള അതിന്റെ ഒരു ഹൈപ്പർബോളിന്റെ ഒരു പ്രശ്നം. ആളുകൾ അത് ബുക്ക് ഒരു സെല് ചെയ്യാൻ പക്ഷേ വേണ്ടിയിട്ട് ഒരുപാട് ടെർമിനോളജികൾ ഇതിന്റെ പ്രശ്നവൽക്കരിച്ച് ഇതിന്റെ പ്രശ്നം. ഞാനൊരു ആസ് എ ഫിലോളജിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് എന്ത് വേർഡ് നമ്മൾ പറഞ്ഞു, എന്ത് ടെർമിനോളജി നമ്മൾ ഉപയോഗിച്ചോ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപം. Yeah. ഞാനൊരു ടെർമിനോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ ഞാൻ എങ്ങനെ ആളുകളിലേക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, അതിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞ ആളുകളിലെ അതിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നിടത്താണ് ഒരിക്കലും നമ്മൾ ടേംസ് കൊടുത്തിട്ട് എറിഞ്ഞിട്ട് ഓടരുതല്ലോ. അവിടെയാണ് ഇതുള്ളത്. അല്ലാതെ നമ്മൾ ഒരു പെർഫെക്റ്റ് എന്നുള്ള പറഞ്ഞ സാധനം ഒരിക്കലും ഉണ്ടാവില്ല. രണ്ട് കൾച്ചറാണ്. ആംഗ്ലോഫോൺ അക്കാഡമി എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഓഫ് കോഴ്സ് ഉണ്ട്. ഈ വെർണക്കുലൈസേഷന്റെ ഒരു ചാലഞ്ച് ആയിട്ട് വരും ഈ ഏത് മിസ്റ്റേക്സ് എന്നുള്ള കോൺസെപ്റ്റിലേക്കും. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഈ കോൺസെപ്റ്റിന് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന അതെ ഞാൻ പറഞ്ഞ ടെർമിനോളജിയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നതല്ലാണ്ട് അതിലെ ഐഡിയാസ് നമുക്ക് കൺവേ ചെയ്യുന്നതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ആളുകൾക്ക് പ്രിഫർ ചെയ്യുന്ന ഇപ്പൊ ഈ ഡീകൊളോണിയൽ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്ന ആളുകൾക്ക് ഇതേപോലെ എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഔലിയ വലിയ എന്നുള്ള വാക്ക് തന്നെ അതിന് ഉപയോഗിച്ചുകൂടാ. അതെ കാരണം സെയിന്റ് എന്നുള്ളത് എപ്പോഴും ക്രിസ്ത്യൻ റിലീജിയനിൽ അല്ലെ ഒരു ലാറ്റിൻ ഒറിജിനിലൊക്കെ വരുന്ന അവരെ സെയിൻസിനെ അവരെ മിസ്റ്റിക്കൽ ട്രഡീഷനെയും മിസ്റ്റിക്കൽ പിന്നെ ഫിഗേഴ്സിനെയും മനസ്സിലാക്കാൻ ഉപയോഗിച്ച വാക്കാണ് സെയിന്റ്. അതുപോലെ ഔലിയ വലിയ എന്നുള്ള വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതും ഒരു അതന്നെ. ഇപ്പോ വെർണക്കുലൈസേഷന്റെ ഭാഗങ്ങൾ ഒരുപാട് പഠനം ഫോക്കസ് ചെയ്യുന്ന അതിലാണ്. അപ്പോ ഈ ഒരു ലോക്കൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സമയത്ത് ഒരു പക്ഷേ ലാംഗ്വേജ് ലോക്കലൈസർ ആവുന്നുണ്ട്, അതോട് കൂടെ തന്നെ സൂഫികളും ലോക്കലൈസർ മാറുന്നു. ഇനി ഇതേ സംഭവങ്ങൾ ഇപ്പോ അറബിലൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പേർഷ്യനൈസ് ചെയ്യുകയാണെങ്കിലൊക്കെ അപ്പൊ അവിടെ അതായത് ഒരു ഫെമിലർ ആയിട്ടുള്ള പോപ്പുലർ ലാംഗ്വേജുകൾ ഇതിന്റെ യഥാർത്ഥ ലിറ്ററേച്ചറിലെ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജിൽ അവിടേക്ക് മാറ്റുന്ന സമയത്ത് മുസ്ലിം കോൺസെപ്റ്റ് നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? അപ്പോ വെർണക്കുലൈസേഷന്റെ പ്രശ്നമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതേ സാധനങ്ങൾ ഇവിടുത്തെ ഹിസ്റ്ററികൾ അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഇവിടുത്തെ അങ്ങോട്ട് മാറ്റുന്ന പറഞ്ഞത് ഇവിടുത്തെ ലോക്കൽ കൾച്ചർ നമ്മൾ അറബിയിൽ എഴുതാണ്. അറബിയിൽ എഴുതുമ്പോ നല്ല ചോദ്യമാണ്. പക്ഷെ ഇതിനുള്ള ഉത്തരത്തിനുള്ള മെറ്റീരിയലിന്റെ കയ്യിലുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്ന പെട്ടെന്ന് ഇപ്പോ ഫത്തുൽ മുബീൻ ഉണ്ടല്ലോ, പിന്നെ ഖാദി മുഹമ്മദിന്റെ, അതില് മൂപ്പര് അറബിയിൽ എഴുതുമ്പോ അപ്പൊ എന്തുകൊണ്ട് ഒരു ലോങ് ഡിസ്കഷൻ ആണല്ലോ. ഇപ്പൊ കൂരിയും പ്രാങ്കയൊക്കെ തമ്മിലുള്ള ആ ഒരു ആർട്ടിക്കിളൊക്കെ അറിയില്ലേ, ഡസ് ദ പാഗൻ കിങ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള പാഗൻ കിങ് റിപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് രണ്ടാളും എഴുതിയ ആർട്ടിക്കിൾ, ആ ഒരു പിന്നെ റിജോയിൻഡേഴ്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെയുള്ള വലിയൊരു ചോദ്യം എന്താണ്, അറബിയിലല്ലാതെ തദ്ദേശീയമായുള്ള ഭാഷകളിൽ ആന്റി കൊളോണിയൽ കൃതികൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലോ പിന്നെ സൗത്ത് ഇന്ത്യയിലുള്ള ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ വന്ന സ്ഥലം ഇവിടുന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാദം മഹ്മൂദിനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഡിസ്കഷനുകൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതിലുള്ള വലിയൊരു കൺസേൺ അറബിയിൽ മാത്രമാണ് ഇങ്ങനത്തെ കൃതികളേ ഉള്ളൂ. മലയാളത്തിൽ ഒരു ആന്റി കൊളോണിയൽ ആയിട്ടുള്ള ആന്റി പോർച്ചുഗീസ് ആയിട്ടുള്ള ഒരു കൃതി നമുക്ക് കാണാൻ പറ്റില്ല ഏർലി സമയത്തൊന്നും. അപ്പോൾ ഈ ഭാഷകൾക്ക് ഐഡിയോളജി ഉണ്ടാവും ഭയങ്കരമായിട്ട്. വാട്ട് ഈസ് മീൻ ബൈ റൈറ്റിംഗ് ഇൻ അറബിക്? അറബിയിലൊരു സാധനം എഴുതാന്ന് അല്ലെങ്കിൽ മലയാളത്തിലെ സാധനം എഴുതാന്നുണ്ടെങ്കിൽ എന്താണ് അതിലുള്ള വ്യത്യാസം, എന്താണ് ബേസിക്കലി അങ്ങനെ എഴുതുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം? അപ്പോൾ അതിൽ ഫത്തുൽ മുബീനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാനിത് ഇങ്ങനെ അറബിയിൽ കവിതയായിട്ട് എഴുതുന്നു സാമൂതിരിന്റെ പിന്നെ എന്താണ് പ്രകീർത്തനങ്ങൾ, കാരണം ഇത് സിറിയയിലും ഈജിപ്തിലും തുർക്കിയിലൊക്കെ എത്തട്ടെ എന്നുള്ള മൂപ്പരയില് പറയുന്നുണ്ട്. അപ്പോൾ അറബിയിൽ എഴുതുക എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതിനപ്പം നമുക്കൊന്ന് മനസ്സിലാക്കാം. ലോക്കൽ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ അറബി മലയാളം അറബി സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നെങ്കിലും അത് തമിഴ്നാട്ടിലുള്ള ഒരാൾക്ക് ഇപ്പം വായിക്കാൻ പറ്റിക്കോണമെന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ അറബിയിൽ എഴുതുമ്പോൾ എന്താണ്, ഓഫ് കോഴ്സ് അതിനൊരു ലോക്കൽ ഓഡിയൻസ് ഉണ്ട്, അതോടൊപ്പം അതിനൊരു വലിയൊരു ഗ്ലോബൽ ഓഡിയൻസ് ഉണ്ട്. തുഫത്തുൽ മുജാഹിദീനൊക്കെ ഗ്ലോബലി അതിനെ ഭയങ്കരമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ, ആ സാധനത്തിന് റിസപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അറബിയിൽ എഴുതുക പേർഷ്യനിൽ എഴുതുക എന്ന് പറയുന്നത് മലയാളത്തിൽ എഴുതുക തമിഴിൽ എഴുതുക എന്നുള്ള ഇന്ത്യയിലെ നല്ല വ്യത്യാസമുണ്ട്. കാരണം അറബിയും പേർഷ്യൻ ക്ലാസിക്കൽ ലാംഗ്വേജുകളാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ റീച്ചും അത്രയും വലിയൊരു ജിയോഗ്രഫിക്കൽ എക്സ്റ്റൻഷനും വലിയൊരു ജിയോഗ്രഫിക്കൽ ഓഡിയൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ എഴുതുന്നത്. ഈ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള ലോക്കലൈസ്ഡ് ലാംഗ്വേജുകൾ പറയുന്നുണ്ട്. ഇപ്പൊ മലയി, അറബി അല്ലെങ്കിൽ മലയാളം. അപ്പൊ ഇതിലിപ്പോ ഒരു ട്രാൻസ് റീജിയണൽ ലാൻഡ്സ്കേപ്പ് അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ അവിടുത്തെ ഓരോ പോയട്രീസുകളാണെങ്കിലും പോംസ് ആണെങ്കിലൊക്കെ അതിങ്ങനെ സഞ്ചരിച്ച രീതികൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു, ആശയങ്ങൾ കൈമാറപ്പെടുന്നു, ഒരു ട്രാൻസ് റീജിയണൽ ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇപ്പൊ നിലനിൽക്കുന്ന ഒരു ട്രാൻസ്നാഷണൽ മുസ്ലിം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പുതിയൊരു
മേഖല തുറന്നു കൊടുക്കുന്നുണ്ടോ ഈ ലോക്കലൈസ്ഡ് ലാംഗ്വേജ് ഫോക്കസ് ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ട്രാൻസ്നാഷണൽ ട്രാൻസ്ലോക്കൽ എന്നൊക്കെ ഉള്ള കുറെ കാലമായിട്ട് നമ്മള് ഇപ്പൊ ഇന്ത്യൻ ഓഷ്യൻ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ കണക്ഷൻസ് ഭയങ്കര ഇതല്ലേ അല്ലേ? നമ്മള് ഓക്കെ ഹദ്ദാദ് എടുക്കുകയാണെങ്കിൽ ഹദ്ദാദ് യമനിലുണ്ട്, കേരളത്തിലുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്, പിന്നെ മിഡിൽ ഈസ്റ്റിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഈ ഒരു കണക്ഷൻസ് ഓഫ് കോഴ്സ് ഏർലി ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിൽ ഒരു ഭയങ്കര ഒരു ഫാക്ടർ ഉള്ള ഒരു സാധനമായിരുന്നു അല്ലേ? ഫാക്ടർ ഉള്ള സാധനം. പക്ഷെ അതിപ്പോ കണക്ഷൻസിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചോദിച്ച പോലെ അല്ലേ, അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് കണക്ഷൻസ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് എന്താണ്, എവിടെയാണ് കണ്ടിന്യൂറ്റീസ് വരുന്നത്, എവിടെയാണ് ഡിസ്കണ്ടിന്യൂറ്റീസ് വരുന്നത് എന്നുള്ളത് പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. ഇപ്പോൾ പിന്നെ വർക്കുള്ള ഫിലോളജിയിലൂടെയും ഇതിലൂടെയൊക്കെ ഞാൻ ശ്രമിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അതിന്റെ ചെറിയ ന്യൂആൻസസുകൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു വലിയൊരു ഒരു ബ്രോഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ ഒന്നുകൂടി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയേണ്ടതുണ്ടോ? അത്രേ ഉള്ളൂ. ഈ ഒരു ട്രാൻസ് റീജിയണൽ കോൺസെപ്റ്റില് ഇപ്പോഴത്തെ ഒരു മുസ്ലിം ട്രാൻസ്നാഷണൽ മുസ്ലിം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പുതിയതായിട്ട് സംഭാവന കൊടുക്കുന്നുണ്ടോ ഈ മലയാളം, അറബി, മലൈ, ഈ ലോക്കലൈസ്ഡ് ലാംഗ്വേജ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അറബി ആസ് എ ഭാഷ എങ്ങനെയാണ്, അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ പേർഷ്യൻ ആസ് എ ഭാഷ എങ്ങനെയാണ് ഈ നാടുകളിലുള്ള ലോക്കൽ ലാംഗ്വേജുകളെ റിട്ടൺ ലാംഗ്വേജുകളായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നിടത്ത് മുസ്ലിങ്ങളെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ അതിലും പ്രശ്നങ്ങളുണ്ട് അത് അന്വേഷിക്കുന്നിടത്തും. കാരണം അറബി മലയാളം ആയത് എപ്പോഴാന്നുള്ളത് വലിയ ചോദ്യം. മലയാളത്തിലുള്ള പങ്ക് പോലെ തന്നെ അറബിക്ക് പങ്കുണ്ടോ? അറബി മലയാളം എന്നുള്ള വാക്ക് തന്നെ ഇപ്പൊ നമ്മളിപ്പോ ബുക്ക് പ്ലസിന് വേണ്ടിയിട്ട് ഞാനും അബൂബക്കർ മാഷും എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ നമ്മൾ കുറെ അങ്ങനത്തെ ഡിസ്കഷൻസ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു വാദവും എൻ്റെ ഡിസർട്ടേഷനിലൊക്കെ ഞാൻ മിക്കവാറും ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതും എൻ്റെ ആർട്ടിക്കിളൊക്കെ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതും അറബി വഹിച്ച അതിലേറെ പങ്ക് ശരിക്കും പേർഷ്യൻ ഭാഷക്ക് അറബി മലയാളവും മലയും അറബി തമിഴും ഹിന്ദവിയും ദക്കിനിയും ഒക്കെ വെർണാക്കുലറൈസ് ചെയ്യുന്നതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരിക്കലും അറബിയിൽ നിന്ന് നേരെ എടുത്തിട്ടല്ല, ലിപി വെച്ച് നോക്കുകയാണെങ്കിൽ പലത് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണ് ലിപി അല്ലെ? അറബി മലയാളത്തിന്റെ ലിപി അറബി സ്ക്രിപ്റ്റിലായോണ്ടാണല്ലോ ആളുകൾ ഇതിനെ അറബി മലയാളം എന്ന് വിളിക്കുന്നത്. അതിന്റെ വളരെ പുതിയതായിട്ടുള്ള ഒരു ടെർമിനോളജി ആണുള്ളത്. അപ്പോ അതിനെ അറബി എന്ന് വിളിക്കുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് തന്നെ എടുത്തു നോക്കിയാൽ ഇപ്പൊ പല അക്ഷരങ്ങളും വരുന്നത് അറബിയിൽ നിന്ന് നേരിട്ടല്ല. അത് പേർഷ്യന്ന് ഹിന്ദവിന്ന് ദക്കനിക്കോ, ദക്കനിന്ന് അറബി തമിഴിൽ പോയിട്ട് അറബി തമിഴിൽ നിന്ന് പിന്നെ അറബി മലയാളത്തിലേക്കാണ് ആ ലിപി വരുന്നത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പല അക്ഷരങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ. അങ്ങനെയാണ് അതിന്റെ ഒരു പോക്കുള്ളത്. ലിറ്ററേച്ചർ എടുത്തു നോക്കിയാൽ അറബി തമിഴിലുള്ള ലിറ്ററേച്ചറുകളാണ് പലതും അറബി മലയാളത്തിലേക്ക് പിന്നീട് വന്നിട്ട്. അറബി തമിഴിന് ആ ലിറ്ററേച്ചർ അധികം കിട്ടുന്നത് അത് പേർഷ്യനേറ്റ് വേൾഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദവി, ദക്കനി പോലത്തെ ഭാഷകള് ആ വേൾഡില് പിന്നെന്താണ് അതിലുള്ള ലിറ്ററേച്ചറിന്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും അറബി തമിഴില്. കാരണം എന്താ വെച്ചാല് മധുരൈ സൽത്തനത്തിന്റെ സമയം മുതൽ 1300 മുതൽ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പേർഷ്യൻ കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദവി ദക്കനി കൾച്ചർ എവിടെ ഉണ്ട്? പിന്നെ മധുരൈ, കായൽപട്ടണം, കിഴക്കര ആ റീജിയൻസിൽ അവിടുത്തെ എല്ലാ തരത്തിലുള്ള അവിടുത്തെ സംഭവങ്ങളും നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനത്തെ രൂപത്തിൽ ഇപ്പൊ ആ ഒരു ടെർമിനോളജി തന്നെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഈ അറബി മലയാളം എന്നുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ട്രാൻസ്ലോക്കൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ട്രാൻസ് റീജിയണൽ ഭാഷകളായിരുന്ന അല്ലെങ്കിൽ ക്ലാസിക്കൽ ഭാഷകളായിരുന്ന പേർഷ്യനും അറബിക്കും എത്രത്തോളം ഈ നാടുകളിലെ വെർണാക്കുലർ ഭാഷനെ റിട്ടൺ ഭാഷയാക്കി മാറ്റാൻ, സ്പോക്കൺ ഭാഷകൾ റിട്ടൺ ഭാഷയാക്കി മാറ്റാൻ സഹായിച്ചതിൽ എത്രത്തോളം അതിന് റോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ മുസ്ലിങ്ങളുടെ റോള് വലിയ പങ്കാണ്. കാരണം നമുക്ക് ഇന്നത്തെ രൂപത്തിലുള്ള മലയാളത്തിലുള്ള ഇപ്പോ പിന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് മൊയ്തീൻമാല വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു നൂറ്റാണ്ടുകളിലാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടും വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കയ്യിലുള്ള മലയാളത്തിനുള്ള മുഹ്യിദ്ദീൻമാല. അപ്പൊ മുഹ്യിദ്ദീൻമാല രചിക്കുന്ന സമയത്ത് അലി മുഹമ്മദിന് എന്തായിരുന്നു റെഫറൻസ്? ആദ്യമായിട്ട് നമുക്ക് വിചാരിക്കാം അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചോ, സപ്പോസ് ചെയ്ത് കഴിഞ്ഞാല്, അസ്യൂം ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാം ഖാലി മുഹമ്മദ് ആദ്യമായിട്ടൊരു പോയട്രി എഴുതാൻ, മലയാളത്തില് ആദ്യത്തെ ഒരു മുസ്ലിം പോയട്രി എഴുതാൻ ഖാലി മുഹമ്മദ് ഇരിക്കുമ്പോൾ ആൾക്ക് അതിന്റെ റെഫറൻസ് ആയിട്ട് വന്നിരുന്നത് എന്താണെന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ ആണ്.
എന്തായിരുന്നു ഖാദി മുഹമ്മദിന്റെ ഐഡിയ ഓഫ് പോയറ്റിക്സ്, എന്തായിരുന്നു ഖാദി മുഹമ്മദിന്റെ ഐഡിയ ഓഫ് പോയട്രി, ഇത് എവിടുന്നാ വരുന്നത് അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാനതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ പ്രൊജക്ടിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഓഫ്കോഴ്സ് മൂപ്പർ ഐഡിയ ഓഫ് പോയട്രി എവിടുന്നാ വരുന്നത്, അതിൽ പേർഷ്യൻ പോയട്രിക്കും അറബിക് പോയട്രിക്കുള്ള ഇൻഫ്ലുവൻസ് എത്രയാണ്, അതിൽ വരുന്ന വാക്കുകൾ, അതിൽ വരുന്ന ലെക്സിക്കൻസ്, അതിൽ വരുന്ന മീറ്റർ അല്ലേ, അതിൽ വരുന്ന അങ്ങനെ തുടങ്ങിയിട്ട് പല അതിൽ വരുന്ന റെട്ടറിക്കുകൾ, അതിൽ വരുന്ന ഇമാജിനേഷൻ, അങ്ങനത്തെ കുറെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിൽ വരുന്നുണ്ട് ഞാൻ എൻ്റെ ഡിസ്കഷൻസിൽ. അപ്പോൾ ഇന്തോനേഷ്യൻ സ്റ്റഡീസ് ആണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്തോനേഷ്യ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ഇന്തോനേഷ്യയിൽ പല പല ചരിത്രങ്ങളും പല ഹിസ്റ്ററികളും ചില പ്രത്യേകമായിട്ടുള്ള ട്രേഡ് റൂട്ടുകൾ, പോർട്ടുകൾ, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ ബാഗ്ദാദ് നിന്നിട്ട് മലബാറിന് അപ്പുറത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ജീലായുധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കുറിച്ചിട്ടുള്ള മധു സോങ്ങുകളും ഇതൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഈ സഞ്ചാരങ്ങളൊക്കെ നോക്കുന്ന സമയത്ത്, നമ്മളതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ട് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ട് തോന്നിയിട്ടുള്ള പോർട്ടുകളോ അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലൊക്കെ ഒരു ട്രേഡ് നെറ്റ്വർക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് തോന്നിയിട്ടുള്ള? ഓഫ് കോഴ്സ് ഇപ്പോൾ നൈൽഗ്രീൻ്റെ കാർട്ടുകളിൽ ആള് സംസാരിക്കുന്ന പോലെ ഒരേ സമയം ഇന്ത്യൻ ഓഷ്യനിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ബുക്ക് സെല്ലേഴ്സ് ആയിരുന്നു, അതോടൊപ്പം ഒരു സൂഫികളായിരുന്നു, അതോടൊപ്പം ഒരു ട്രേഡേഴ്സ് ആയിരുന്നു, അതോടൊപ്പം ഫാമിലി നേർച്ചർ ചെയ്യുന്ന ആളുകളായിരുന്നു പല ഭാഗങ്ങളിലും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ആളുകളാണ് ഇങ്ങനെ ഇന്ത്യൻ ഓഷ്യനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ ഇന്ത്യൻ ഓഷ്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ക്രോസിങ്ങുകൾ മാത്രമല്ലല്ലോ അല്ലെ. അതായത് ഇന്ത്യൻ ഓഷ്യന്റെ തീരങ്ങളിലുള്ള റീജിയൻസിലുള്ള ഒരു എന്താ പറയാ ഒരു കോമൺ ഹിസ്റ്ററിയും കൂടി ഇതിന്റെ ഭാഗമാണല്ലോ. അതൊരു ക്രോസിങ് മാത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കരുതല്ലോ ഇതിനെ. അപ്പോൾ ഓഫ്കോഴ്സ് ഈ പറയപ്പെടുന്ന സൂഫികൾ യാത്ര ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊരു ഞാൻ അങ്ങനെ ഒരു ക്രോസിങ്ങിന്റെ ഹിസ്റ്ററി അല്ല കൂടുതൽ നോക്കുന്നത്. പക്ഷേ ഓഫ്കോഴ്സ് റിസപ്ഷന്റെ ഹിസ്റ്ററിയാണ്, ടെക്സ്റ്റൽ റിസപ്ഷന്റെ ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഖാദിരിയ സൂഫി ഓർഡറിന്റെ നെറ്റ്വർക്കും കൂടിയാണ്. ഈ നെറ്റ്വർക്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാനുള്ള ഒരു സ്ഥലം ഇപ്പൊ ഡൽഹി ഒരു ഭയങ്കരമായിട്ട് വരുന്ന സ്ഥലമാണ്. പിന്നെ ഈ പോർട്ട് ടൗൺസ് ആയിരുന്ന കാലിക്കറ്റ്, പിന്നെ കായൽപട്ടണം അല്ലെ, പിന്നെ ഇന്തോനേഷ്യയിലാണെങ്കിൽ ആച്ചെ, ബാന്തൻ, ഇത്രയും സ്ഥലങ്ങൾ ഭയങ്കര മലാക്ക മലേഷ്യയിൽ ഇപ്പത്തെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ശരിക്കും 16ാം നൂറ്റാണ്ടിലെ 15ാം നൂറ്റാണ്ടിലെ മക്കയാണ്. മക്ക ഒരു ഭയങ്കര ട്രേഡിന്റെ സെന്റർ ആയിരുന്നു, ഭയങ്കര പിൽഗ്രിമേജ് സെന്ററും ആയിരുന്നല്ലോ ഒരുപാട് സമയം. നബിയുടെ സമയം തൊട്ടേ അങ്ങനെയായിരുന്നു, മക്ക കാബ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോ മക്കയില് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 14ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഖാദിരി സ്കോളർ ഉണ്ടായിരുന്നു, ഇമാം യാഫി എന്ന് പറഞ്ഞിട്ടുള്ള, ഈ ഖുലാസത്തുൽ മഫാഹിർ എഴുതിയ ആളുകളെടുത്തേക്ക്. അതായത് 14ാം നൂറ്റാണ്ടിൽ മക്കയിൽ വരുന്ന സ്കോളേഴ്സിനൊക്കെ പിന്നെ യാഫീന്റെ അടുത്ത് പഠിക്കാത്തത് വളരെ കുറവാണ്. പഠിച്ച ആളുകൾക്കൊക്കെ ഭയങ്കര ഒരു ഖാദിരിയ ഒരു സ്പിരിറ്റ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവരാണ് പിന്നീട് ഇങ്ങനെ എങ്ങോട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും സൗത്ത് ഏഷ്യയിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കൊക്കെ പോകുന്നു. അപ്പൊ ഷാ നിഅമത്തുള്ള വലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റൂട്ട് തുടങ്ങുന്ന മക്ക അതിന്റെ ഒരു പോയിന്റ് ആക്കി എടുക്കാൻ പറ്റും. ആ നെറ്റ്വർക്കിന്റെ റൂട്ടിന്റെ ഒരു തുടക്കം അവസാനം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ആ നെറ്റ്വർക്ക് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ഇബ്നു ബത്തൂത്ത ഇമാം യാഫിനെ പറ്റി എഴുതുന്നുണ്ട്. നിഅമത്തുള്ള വലി പഠിച്ചത് ഇമാം യാഫിന്റെ അടുത്ത് നിന്നാണ്. പിന്നെ നിഅമത്തുള്ളാഹി ഒരു സൂഫി ഓർഡറൊക്കെ മൂപ്പര് പിന്നെ അത് പ്രൊഫസ് ചെയ്യുന്നൊക്കെ. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഖാദിരിയന്റെ ആദ്യത്തെ ഒരു കണ്ണി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഇപ്പോൾ റമദാൻ ഷാലിയാത്തി 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ 14ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലൊക്കെ ആൾക്കും യാഫി തങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചതായിട്ടുള്ള ഒരു എന്താണ് അപ്പോക്രിഫൽ ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഹിസ്റ്റോറിക്കലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഏറ്റവും എന്താണ് ആദ്യത്തെ ഒരു മുസ്ലിം നാമം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്ച്വലി നമുക്ക് റെഫർ ചെയ്യുന്ന മസൂദ് അൽ ജാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാവി എന്നുള്ള ആ നിസ്ബ, ആ ഫാമിലി നെയിം വെച്ചിട്ട് ആള് ജാവക്കാരനായിരിക്കാം എന്നുള്ള ഒരു 14ാം നൂറ്റാണ്ട്. ഈ മസൂദ് അൽ ജാവിനെ പറയുന്നത് യാഫി, ഇമാം യാഫിന്റെ ഉസ്താദായിരുന്നു മസൂദ് അൽ ജാവി എന്നുള്ളത്. അപ്പോൾ യാഫിനെ വെച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഖാദിരിയ നെറ്റ്വർക്ക് ഞാനിവിടെ ഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ വർക്കിൽ. പിന്നെ ഇപ്പോ നിങ്ങളുടെ പഠനത്തിന് എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രസ് ചെയ്ത് തോന്നിയ സാധനമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയി തോന്നിയ സാധനമാണ്. അപ്പോൾ നിങ്ങളിപ്പോ ഇതിലൊരു ഹിസ്റ്റോറിക്കലി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇതിൽ ഒരുപാട് ആന്ത്രപ്പോളജിക്കായിട്ടുള്ള ഒരുപാട് തിയറി ബേസ്ഡ് ഓരോ സാധനം വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു കോമ്പൈൻ ചെയ്ത് പോകുന്നതിന്റെ ഒരു പ്രസക്തി നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മെത്തഡോളജിക്കലി പോകുന്നതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആന്ത്രപ്പോളജിസ്റ്റുകൾ ഹിസ്റ്റോറിയൻസ് ആവണം, ഹിസ്റ്റോറിയൻസ് ആന്ത്രപ്പോളജിസ്റ്റുകൾ ആവണം. അപ്പോഴാണ് എനിക്ക് തോന്നുന്നൊരു
ഒരു കംപ്ലീറ്റ് വർക്ക് എന്നൊക്കെയുള്ള രൂപത്തിൽ വരുന്ന പല സ്ഥലങ്ങളിലും അങ്ങനത്തെ ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ യങ് ഹോന്റെ ഒക്കെ വർക്ക് ഇപ്പോഴും ഇന്ത്യൻ ഓഷ്യൻ സൂഫിസത്തില് അല്ലെങ്കിൽ മൊത്തത്തിൽ ഇസ്ലാമിക് ആന്ത്രപ്പോളജിയിൽ ഒരു വൺ ഓഫ് ദ എക്സലന്റ് വർക്കായി നിൽക്കാനുള്ള ഒരു കാരണം ആള് ടെക്സ്ച്വൽ ഒരു ഹിസ്റ്റോറിയനും കൂടിയാണ്, അതോടൊപ്പം ഒരു ആന്ത്രപ്പോളജിസ്റ്റും കൂടിയാണ് അല്ലെ. അത് ആ വർക്ക് പിന്നെന്താണ് ക്ലോസ്ലി അറിയുന്നവർക്ക് മനസ്സിലാവും അതിന്റെ ഒരു എന്താണ് ആ വർക്കിന്റെ ആ വർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം ഈ ഒരു ഫീൽഡിൽ അല്ലെ. അപ്പോ എന്റെ വർക്കിന് ആന്ത്രപ്പോളജി, അതായത് ഞാനൊരു ഭയങ്കര ഫുൾ ടൈം ആന്ത്രപ്പോളജി എന്നുള്ള രൂപത്തിലല്ല എന്റെ വർക്കുകൾ, എന്റെ ഫീൽഡ് വർക്ക് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ എന്റെ വർക്കുകളിലേക്കുള്ള ആക്സസിന് എപ്പോഴും എത്നോഗ്രഫി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ പറയപ്പെടുന്ന ഞാൻ ജിയോഗ്രഫിന്ന് എങ്ങനെ ഹിസ്റ്ററി എഴുതാം എന്നുള്ള ഒരു സംഭവം നോക്കുന്ന ആൾ. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജിലാനിയെ പറ്റി എഴുതിയിട്ടുള്ള പ്രൈസ് പോയട്രിന്ന് മനാക്കിബ് എന്ന് വിളിക്കാൻ പറ്റുന്ന ലാർജർ ആ ഒരു ടെക്സ്ച്വൽ കോർപ്പസ് ഉണ്ടല്ലോ, ഇത് വായിച്ചിട്ട് എങ്ങനെ ആ സമയത്തുള്ള ഒരു സോഷ്യൽ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇസ്ലാമിക് സൂഫിസും സൂഫി ഓർഡേഴ്സും എങ്ങനെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതിന്റെ അതാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പൊ ഇന്ത്യൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ നാഷണൽ ആർക്കൈവ്സുകളിൽ പോയിട്ട് തപ്പിയെടുക്കാൻ പറ്റിയ മെറ്റീരിയൽസുകളല്ല. ചില മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഓഫ് കോഴ്സ് അത് ഉണ്ടാവാം. അല്ലാതെ ഇത്തരത്തിലുള്ള ആർക്കൈവ്സുകൾ എപ്പോഴും എവിടെയാണ്? ദർഗകളിലും, ദർഗ ലൈബ്രറികളും മദ്രസ ലൈബ്രറികളും പ്രൈവറ്റ് ലൈബ്രറികളിലൊക്കെയാണ്, പ്രൈവറ്റ് കളക്ഷനുകളിലൊക്കെയാണ്. അപ്പൊ എപ്പോഴും ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഒരു ദർഗയിലോ ഒരു പള്ളിയിലോ പോയിട്ട് അവിടുത്തെ ഉള്ള ആളുകളായിട്ട് സംസാരിക്കും. ഇങ്ങനെ ആളുകളായിട്ട് സംസാരിച്ചിട്ട് ആ ആളുകളിലൂടെയാണ് ഞാൻ അവിടെയുള്ള, ഞാൻ ആദ്യം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു എത്നോഗ്രഫിക് ക്വസ്റ്റ്യൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആന്ത്രപ്പോളജിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം നോക്കുന്നത് എന്താ വെച്ചാൽ, ഓഫ് കോഴ്സ് ആന്ത്രപ്പോളജിക്കലും ആണ് ക്വസ്റ്റ്യൻ. എങ്ങനെ വെച്ചാൽ ഇവിടെ ആളുകൾ എങ്ങനെയാണ് ജീലാനിത്തങ്ങൾ ഓർമ്മിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവിടെ മാസങ്ങളിൽ ജീലാനിത്തങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ, വല്ല ദിക്റുകളോ അല്ലെങ്കിൽ വല്ല സ്വലാത്ത് മജ്ലിസുകളോ പോലത്തെ എന്തെങ്കിലും മജ്ലിസുകളോ മൗലിദ് മജ്ലിസുകളോ നടക്കുന്നുണ്ടോ, അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ ആളുകളോട് ചോദിക്കണം. അപ്പൊ ആളുകളോട് ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു ബേസിക്കലി ഒരു പള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ പള്ളിയിലെ അവിടുത്തെ ഉള്ള ഷെൽഫുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ പള്ളിയിൽ എന്താണ് മാസത്തിലും ആഴ്ചയിലും ചൊല്ലുന്ന ദിക്റുകളും അല്ലെങ്കിൽ മാസത്തിൽ ചൊല്ലുന്ന മാനുവൽസ് എന്താണെന്നുള്ള അവിടുത്തെ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കും ഇവിടെ ചൊല്ലുന്ന സ്ഥലമാണോ. പുറത്ത് ഇമാമനോട് സംസാരിക്കും, പറയും ഇവിടെ ആഴ്ചയിൽ ചൊല്ലാറുണ്ട് അല്ലെങ്കിൽ പറയുമ്പോൾ അല്ല എല്ലാ മാസവും 12-ാം ദിവസം ഇവിടെ ചൊല്ലാറുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഇതിന് പങ്കെടുക്കാറുണ്ട്, എന്നിട്ട് ആളുകളോട് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടെക്സ്റ്റുകൾ ചിലപ്പം പെർഫോം ചെയ്യുന്നുണ്ട് പലതും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ, പിന്നെ ഇതാരാണ് എഴുതിയത്, ഇത് ഏത് സമയത്താണ് എഴുതിയത് എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ അന്വേഷിക്കുന്ന എല്ലാ ടെക്സ്റ്റുകളും പ്രിന്റിൽ അവൈലബിൾ ആണ്. കാരണം എപ്പോഴും ആളുകൾ ചൊല്ലുന്നത് കൊണ്ട് തന്നെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണല്ലോ വിദിൻ ഷെയ്ഖിനോടുള്ള ഡിവോഷനും അവരെ പറ്റിയുള്ള മതകളും അവരെ പറ്റിയുള്ള മനാക്കിബുകളും ചൊല്ലുന്നതൊക്കെ. അപ്പോൾ പക്ഷെ ഞാൻ പിന്നെ ശ്രമിക്കാറുള്ളത് ഇതിൻ്റെയൊക്കെ മാനുസ്ക്രിപ്റ്റുകൾ അവൈലബിൾ ആണോ, അങ്ങനെ അപ്പോൾ ആൾക്കാർ ഇല്ല ഇതിന്റെ ഒരു കയ്യെഴുത്ത് പ്രതി, ഇതിന്റെ ഒരു കയ്യെഴുത്ത് ഗ്രന്ഥം ഇന്ന ആള് വീട്ടിലുണ്ട്. അപ്പൊ ആ വീടുകളിൽ പോയിട്ട് ഞാൻ അത് നോക്കും. അപ്പൊ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അതിനെ പറ്റിയുള്ള പിന്നെ അതെങ്ങനെയാണ് ആളുകൾ പ്രിസർവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് എഴുതിയിട്ടുള്ളത് ആരാണ്, ഏത് സമയത്താണ് എഴുതിയിട്ടുള്ളത്, എഴുതാനുള്ള കാരണങ്ങൾ എന്താ, അങ്ങനത്തെ പല സംഭവങ്ങളും ഇങ്ങനെയാണ് എൻ്റെ ഒരു ഇതില്. പിന്നെ ആർട്ടിസ്ട്രിയും ആന്ത്രപ്പോളജിയും ഒക്കെ എത്നോഗ്രഫി ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പൊ സാലിന്റെ ഒക്കെ ഇപ്പൊ ഞാൻ ഒരുപാട് യാത്ര ചെയ്യലുണ്ട്. NYU PhD ആർട്ടിസ്ട്രി PhD ചെയ്യുന്ന സാലിന്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയുള്ള ഒരു മെത്തഡോളജിക്കൽ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഒരു മെറ്റീരിയൽ നമ്മൾക്ക് എങ്ങനെ, ഇപ്പൊ ജീലാനി പ്രത്യേകിച്ച് ഭയങ്കര ആള് പ്രസന്റ് ആണ്. ഇപ്പൊ കാൽപ്പട്ടനൊക്കെ പോയി നോക്കിയാല് ജീലാനിന്റെ പേരിൽ കാറുകളൊക്കെ ഉണ്ടാവും. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി നമുക്ക് കാറിന്റെ പേരൊക്കെ. ഇപ്പൊ കശ്മീരിൽ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച ഒരു മാസം മുമ്പ് കശ്മീരിൽ ഇത് നടത്തി. ഇപ്പൊ അവിടെ വണ്ടികളുടെ ബാക്കിലൊക്കെ ദസ്തഗീർ കെ ഹവാലെ പേ എന്നിങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. സിംബോളിസത്തിലൂടെ അത് എത്രയും ചിന്റെ നാട്ടില് മാറിയിട്ടുള്ള സ്ഥലമാണ് തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ പോയപ്പോ അവിടെ ഈ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഉണ്ടായിരുന്നു. അവര് ജീലാനി തങ്ങൾക്ക് വേണ്ടിട്ട് വലിയൊരു കൊടിമരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ കൊടി ഭയങ്കര ജീലാനി തങ്ങളെ ഒരു സുൽത്താനുൽ ഔലിയ എന്നാണ് അറിയപ്പെടുന്നത്, ഔസൽ ആളം. അപ്പൊ എല്ലാ ഉലിയാക്കളെയും മേലെയുള്ള ഒരു സുൽത്താനായിട്ടാണ് എല്ലാ കാലത്തും മൂപ്പര് വാഴുന്നത്. അപ്പൊ മൂപ്പരെ കൊടികൾ ഭയങ്കര ഇമ്പോർട്ടൻസ്. അത് മാനുസ്ക്രിപ്റ്റുകളിലെ ഇല്ലുസ്ട്രേഷൻസ് മുതൽ കൊടികള്, പിന്നെ ഇപ്പോഴും പിന്നെ ജീലാനി തങ്ങൾ ആണ്ട് നടക്കുമ്പോൾ കൊടി പൊന്തിക്കുന്നത് ഭയങ്കര ഇതാണ്. അത് പല സ്ഥലങ്ങളിലും ആ കൊടി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും പെർമനന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത കൊടികളും പല സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെ പിന്നെ മൂപ്പരെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഗുഹകൾ, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ സാധനത്തു നിന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ലോങ് ഡ്യൂറേ ഹിസ്റ്ററി പറയാൻ പറ്റും. ഈ മെറ്റീരിയലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അതിന്റെ ഒരു ചരിത്രം പറയുന്നതിലൂടെ എന്ത് ചെയ്യും. അപ്പൊ അതിൽ ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള എത്നോഗ്രഫിക് ആർക്കൈവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിലുള്ള ഞാൻ മനസ്സിലാക്കുന്ന വെല്ലുവിളിയുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു മൗലിക അടിസ്ഥാനത്തിലുള്ള ഒരു സൂഫി വായന നോക്കിയിരുന്നു, ഒരു ചെറിയ ആർട്ടിക്കിൾ ചെയ്തിരുന്നു. അപ്പൊ അതിലെനിക്ക് കിട്ടിയത് പല മൗലിക ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ സൂഫികളുടെ ജീവിതം പറയുന്ന മൗലിക ഗ്രന്ഥങ്ങളും ഒരുപക്ഷെ അത് നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റാത്ത, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പെർമിഷൻ ഇല്ലാത്ത ഒരുപാട് സാധനമുണ്ട്. ഇപ്പൊ പ്രിന്റ് അടിക്കാൻ പറ്റാത്തത് ഒരാളുകൾ നമുക്ക് തരൂല, അങ്ങനത്തെ ഒരു കോണ്ടസ്റ്റ് വെക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അത്രയും സാക്രഡ് ആയിട്ട് കാണുന്ന ഒരുപാട് സാധനങ്ങൾ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ടെക്സ്റ്റിൽ ഓറിയന്റ് ടെക്സ്റ്റ് അടിസ്ഥാനത്തിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളി അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്തോ? പിന്നെ അതായത് ഒന്ന് ഇപ്പൊ പ്രത്യേകിച്ച് പുതിയ ഒരു പോസ്റ്റ് ബ്രിട്ടീഷ് ലൈബ്രറി എൻഡേഞ്ചേർഡ് ആർക്കൈവ്സ് പ്രൊജക്ടിന്റെ ഒക്കെ ശേഷം ആളുകൾ വിചാരം മാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത്രയും എന്താണ് ആളുകൾ പറഞ്ഞ് ധരിപ്പിക്കുന്നതാണ്. ഇതിന് ഭയങ്കര എന്താണ് ഫിനാൻഷ്യൽ മൂല്യമുണ്ട്, അല്ലെങ്കിൽ സോറി ഇതിന് ഭയങ്കര എന്താണ് കൊമേഴ്ഷ്യൽ മൂല്യമുണ്ട് അല്ലേ. അപ്പൊ ആളുകൾക്ക് പിന്നെ പൊതുവെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ആളുകൾ എപ്പോഴും എന്ത് ചെയ്യുക, റെയർ ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് വാല്യൂ ഉണ്ടാവുക. ആ വാല്യൂ ഉള്ള സാധനങ്ങൾ എപ്പോഴും ആൾക്കാരെ ഒന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. പിന്നെ ആർക്കൈവ്സുകൾക്ക് പലതരത്തിൽ പൊളിറ്റിക്സ് ഉണ്ട്. ചില ആളുകൾക്കൊക്കെ ഇത് തന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനെപ്പറ്റി നിങ്ങൾ എന്താ എഴുതുക, മോശമായിട്ടുള്ളത് എഴുതുവോ നല്ലത് എഴുതുവോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിനെ മോശമായിട്ട് ചിത്രീകരിക്കുമോ, അങ്ങനത്തെ ഉള്ള കൺസേണുകൾ ഉണ്ടാവും. ചിലത് സ്വമേധയാ സീക്രട്ട് സ്വഭാവമുള്ള ആർക്കൈവ്സ് ഉണ്ട്. അപ്പോൾ ഈ എന്താണ് ദാവൂദി ആർക്കൈവ്സിനെ പറ്റി വലിയ അക്കർമാന് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഗുജറാത്തിലുള്ള ഷീ മുസ്ലിങ്ങളുടെ. അതിന് സ്വമേധയാ അതിനൊരു ഖസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിന് അതിനൊരു സീക്രസി ഉണ്ട്. ഭയങ്കര സീക്രട്ട് ട്രഷേഴ്സ് ഓഫ് പുസ്തകങ്ങളാണത്. അത് ഫാത്തിമ സുൽത്താനത്തിന്റെ സമയം മുതൽ ഇങ്ങനെ കൈമാറി വന്നതാണ്. ഇങ്ങനെ പല ആർക്കൈവ്സുകൾക്കും പലതിനും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താണ് ക്യാരക്ടറും സീക്രസിയും വാല്യൂ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കോളർ എന്നുള്ള സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ സെന്റിമെന്റ്സിന് എന്താണ് മുറിവേൽപ്പിക്കാത്ത രൂപത്തിൽ നമുക്ക് പക്ഷെ അതിലുള്ള സാധനങ്ങൾ നമ്മുടെ പഠനത്തിന്റെ ആവശ്യത്തിന്, സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു ആവശ്യത്തിന്, അതോടൊപ്പം റിസർച്ചിന്റെ ആവശ്യത്തിന് നമുക്കത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോ മാക്സിമം ഓരോ ആർക്കൈവ്സും പലരും ചോദിക്കുന്നതാണ് ആർക്കൈവ്സ് എങ്ങനെയാണ് നിങ്ങൾ ഓരോ ആർക്കൈവ്സിലും നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് ഒരാൾ അപ്രോച്ച് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. അങ്ങനെ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പൊടിക്കൈകളാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ആർക്കൈവ്സിലേക്കുള്ള ആക്സസ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇപ്പൊ പല ആർക്കൈവ്സിലുള്ളതാണ് ഫോട്ടോ എടുക്കാൻ പാടില്ല. അനുഭവം ഉണ്ടോ? ഇപ്പൊ പല രൂപത്തിലാണ് നമ്മൾ അതിനെ നാവിഗേറ്റ് ചെയ്യുക. ഇപ്പോ മലേഷ്യയിലുള്ള ഒരുപാട് ആർക്കൈവ്സുകളിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ ബ്രിട്ടീഷ് ലൈബ്രറി ഒക്കെ ഈസി, നമുക്ക് ഫോട്ടോ എടുക്കാം, പേഴ്സണൽ യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ മാൻസ്ക്രിപ്റ്റുള്ള ഫോട്ടോ എടുക്കാം. കാരണം പണ്ടൊക്കെ ചെയ്ത ആൾക്കാർ പോയിട്ട് ഫുള്ള് കോപ്പി ചെയ്തെടുത്ത് എന്ന് ചെയ്ത് അത് ഭയങ്കര റിസ്ക് ആണ്, നമുക്ക് അത്രയും സമയമില്ല. അപ്പൊ മലേഷ്യയിൽ ഞാൻ ചെയ്യാറുള്ളത് ഇവര് ലഞ്ച് ബ്രേക്കിന് പോകുന്ന സമയത്ത് ഇവരാരും അവിടെ ഉണ്ടാവും, അവർ നോക്കി നിൽക്കൂല. അപ്പൊ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഒരു സാധനം റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. അങ്ങനെ പലതരത്തിലാണ് നമ്മളിതിനെ ആക്സസിബിലിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു പഠനത്തില് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്തായിരിക്കും? ഇപ്പോൾ ഈ പേഴ്സണൽ ആയിട്ടുള്ള അങ്ങനത്തെ ആളുകളുടെ സംസാരം ഓറൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ? അതല്ല എന്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ഹിസ്റ്റോറിക്കലും അതെ ആർക്കൈവ്സ് പ്രോപ്പർ ഹിസ്റ്റോറിക്കൽ മാനുസ്ക്രിപ്റ്റുകളും അതോടൊപ്പം തന്നെ ടെക്സ്ച്വൽ അനാലിസിസുമാണ് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഇതിൽ പല രൂപത്തിലും ആന്ത്രപ്പോളജിക്കൽ ഡാറ്റയും പല രൂപത്തിലെ എത്നോഗ്രഫിക് ഡാറ്റയും ഇതിലേക്ക് കടന്നു വരും, ഒരു കൊറോബറേറ്റീവ് സാധനം എന്നുള്ള രൂപത്തിൽ. കാരണം ഇതൊരു ലോങ് ഡ്യൂറേ ഹിസ്റ്ററിയാണ് ഞാൻ നോക്കുന്നത്. രാജ്യത്തങ്ങളെ ശേഷം മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു ട്രഡീഷനെ പറ്റി. അപ്പൊ ഇതിലൊരു പ്രശ്നം ഞാൻ മുമ്പ് മൗലിക അടിസ്ഥാനം നോക്കിയെന്ന് പറഞ്ഞല്ലോ, അതിന് ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റുകളൊക്കെ തന്നെ മൗലിക ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാല്, അതായത് ഇപ്പൊ പൊതുവെ നമ്മൾ ചൊല്ലുന്ന രീതികളൊക്കെ നോക്കിയാൽ ഇതൊക്കെ ഒരു ഓറലായിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഇവർ ഈ ടെക്സ്റ്റിലൂടെ പ്രതിപാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. അതൊരു ഒതന്റിക് ഹിസ്റ്റോറിക്ക് ഒരു വെല്ലുവിളിയായിട്ട് തോന്നാറുണ്ടോ? നമ്മൾ ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഭാഗത്തുള്ള സൂഫികളെ കുറിച്ചിട്ട് അവരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിന്റെ അടിസ്ഥാനം ഒരു ഓറൽ ഹിസ്റ്ററി ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഗ്ലോബൽ ഹിസ്റ്ററിയിലേക്ക് ഈ ഒരു വർക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിനൊരു ചാലഞ്ച് ആയിട്ട് വരില്ലേ? പൊതുവെ ഗ്ലോബൽ ഹിസ്റ്ററിയിൽ ഓറൽ ഹിസ്റ്ററി ഒരു സൈഡാക്കി പെടുന്ന സാധനമല്ലേ? ഓറൽ ഹിസ്റ്ററി ഇപ്പൊ നമ്മൾ ഒരിക്കലും ഓറൽ ഹിസ്റ്ററിനെ ഓറൽ ഹിസ്റ്ററി ആയിട്ട് അങ്ങനെ എഴുതുന്നവരുണ്ട്, അതിന് പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ വർക്കിൽ ഞാൻ ചെയ്യുന്ന ഓറൽ ഹിസ്റ്ററി നമ്മൾ കളക്ട് ചെയ്യും. അത് കളക്ട് ചെയ്തതിന് ശേഷം ഈ ഓറൽ ഹിസ്റ്ററിനെ കൊറാബറേറ്റ് ചെയ്യുന്ന രൂപത്തിൽ അതിന് മാനുസ്ക്രിപ്റ്റ് എവിഡൻസുകളോ ആർക്കൈവ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കും അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ
ഇപ്പൊ മുഹ്യുദ്ദീൻ ഷെയ്ഖിനെ കൂടുതൽ വിളിക്കുന്നപ്പോഴാണ് ആളുകൾ. ഇപ്പൊ മുഗൾ പിന്നെ റോയൽ പിന്നെന്താണ് ഹൗസ് മുതൽ സാധാരണക്കാരൻ വരെ ജിലാനി തങ്ങൾ വിളിക്കുന്നപ്പോഴാണ് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ് Yeah. ജിലാനി തങ്ങൾ എപ്പോഴും ഒരു വൾണറബിലിറ്റിന്റെ സമയത്തും ഇൻവൾണറബിലിറ്റിക്ക് വേണ്ടിയിട്ടും എന്താണ് ഇൻവോക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പൊ എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കും. സേവിയർ ആയിട്ട് ഇങ്ങനെ അതെ അതെ അതെ. അപ്പൊ ആ ഒരു എന്താണ് ഇമേജ് വെച്ചിട്ടാണ് ഞാൻ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. ഒറ്റ സെക്കൻഡ്. എവിടുന്ന ഞാൻ പറഞ്ഞേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ എത്തിയത്? ഈ ഒരു ഓറൽ ഹിസ്റ്ററിനെ അത്ര പ്രാധാന്യമായിട്ട് ആ അതെ അതെ അതെ. അപ്പോ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വൾണറബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കാറുള്ളത്. ഇപ്പൊ ഒരു ക്രൈസിസിന്റെ സമയത്ത് ഒരു ഹെൽപ്പർ എന്നുള്ള രൂപത്തിൽ അല്ലെ? സേവിയർ. അതെ, ഹൗസ് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ഹെൽപ്പ്. അതിന് ഓഫ് കോഴ്സ് അതിന് സൂഫി ഹൈറാർക്കിൽ അതിന് വേറെ പിന്നെ അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ ജിലാനിത്തങ്ങള് അപ്പൊ അങ്ങനെ ജിലാനിത്തങ്ങളെ ഇവിടെ പിന്നെന്താണ് ഓറൽ ഹിസ്റ്ററിയിലുണ്ട്. നമ്മൾ രസകരമായിട്ടൊരു കഥ പറയും. അതായത് ഇവിടെ എന്തോ കൊളോണിയൽ സമയത്തുള്ള ഏതൊരു പിന്നെന്താണ് കൊളോണിയൽ ഏറ്റുമുട്ടലിലും മാപ്പിളാരെ കുറച്ചാളെ പിടിച്ചപ്പോ ആൾക്കാർ യാ ഹൗസ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി എന്ന് പറഞ്ഞിട്ട് ജിലാനി തങ്ങളെ പേരിൽ കേസ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്നുള്ളത്. കാരണം മൂപ്പരെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ അവര് വെട്ടുന്നതും കുത്തുന്നതും ഇതെന്നൊക്കെ. അപ്പൊ അതാരാണെന്നുള്ള ഇതൊരു ഓറൽ ഹിസ്റ്ററിയാണ്. പക്ഷെ ഇതിനെന്താ വെച്ചാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട്, മനസ്സിലായോ? ആ ഓറൽ ഹിസ്റ്ററിയിൽ ഓഫ് കോഴ്സ് ജിലാനി തങ്ങൾ ഇവര് ഇങ്ങനത്തെ ഒരു യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കൊളോണിയൽ ഗവൺമെന്റ് ആയിട്ട് ഏറ്റുമുട്ടലിന് പോകുന്ന ആളുകൾക്ക് ഒരു സേവിയർ ആയിട്ട് മൂപ്പരുണ്ടായിരുന്നു എന്നുള്ളൊരു എലമെന്റ് അതിലുണ്ട്. നമ്മൾ ഒരിക്കലും ആ ചരിത്രത്തിന്റെ ഒതന്റിസിറ്റി അല്ല നോക്കുന്നത്, ആ ഇവന്റിന്റെ ഒതന്റിസിറ്റി. ഇങ്ങനൊരു ഇപ്പോ മുസഫർ ആലം നമ്മളോട് പറയുന്ന ഒരു രസമായിട്ടുള്ള സാധനമുണ്ട് പിന്നെ മൂപ്പരെ ക്ലാസ്സിന്റെ ഇടയിൽ. അതായത് ഒരാൾ ഇപ്പോ ഒരുപാട് വർക്കുകൾ ആട്രിബ്യൂട്ടഡ് ആണ് സൗത്ത് ഏഷ്യയില് അല്ലെ? ഇപ്പൊ ഒരാള് ഇന്ന കൃതി എഴുതി ഇപ്പൊ ഒരു കൃതി എടുത്തിട്ട് ഇത് ഇന്ന ആളതാണെന്ന് ആണ് സൗത്ത് ഏഷ്യയിൽ പലപ്പോഴും ആട്രിബ്യൂട്ടഡ് ആണ് അല്ലെ? അയാൾ എഴുതിക്കോണമെന്നില്ല. പക്ഷെ മുസഫർ ആലം പറയല് മൂപ്പര് എഴുതിയ കൃതിയിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മൂപ്പരം പേരിൽ ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട കൃതിയാണ്. കാരണം അങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടാവും അതിന്. അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ചരിത്രം ഉണ്ടാവണമെങ്കിൽ അത് സത്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, മൂപ്പരെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ കൊളോണിയൽ പോലീസ് റെക്കോർഡ്സ് അപ്പല്ല അതിന് വേണ്ടത്. അങ്ങനത്തെ ആ ഒരു എലമെന്റ് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു എന്തുണ്ട്, പ്രസക്തി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഞാനത് ഓഫ് കോഴ്സ് ആ ഓറൽ ഹിസ്റ്ററിന്ന് പിന്നെ ഞാൻ നോക്കുന്നത് എന്താണ്, ഞാൻ കൊളോണിയൽ റെക്കോർഡ്സുകൾ പലതും വായിക്കുന്ന സമയത്ത് അതിൽ ഒരു ഒഫീഷ്യൽ റെക്കോർഡിൽ കണ്ടിട്ടുണ്ട് എന്ത്, ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകള് അല്ലെങ്കിൽ ഇങ്ങനെ മുഹ്യുദ്ദീൻ മാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാലുണ്ട്, ഇത് ചൊല്ലാൻ വേണ്ടി ഇവർ കൂടാറുണ്ട്. അത് കൂടലാണ് പിന്നെ ഇവരെ ഈ ഒരു ഹാലിളക്കത്തിന്റെ ഒക്കെ ഒരു തുടക്കം. അതില്ലെങ്കിൽ അങ്ങനെ പോകുന്ന ആളുകൾ ഇതിൽ കൂടിയിട്ടാണ് പോലെ എന്നുള്ളതുണ്ട്. അപ്പൊ ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതിനോട് ഒരു റെക്കോർഡിക്കൽ സാധനമുണ്ട്, അതോടൊപ്പം ഇങ്ങനത്തെ ഒരു ഓറൽ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊറോബറേറ്റീവ് ആയിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ, ഒന്നിനെയും ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന സാധനങ്ങളല്ല. ശരിക്കും ഈ ആർക്കീവ്സ് എന്നുള്ളത് ഒരു അൺപ്രഡിക്റ്റബിൾ സാധനമാണ്. ഇപ്പോ പല ആർക്കീവ്സുകളും പല റിസൾട്ട് ആയിരിക്കും തരാം. ഉദാഹരണത്തിന് ഇപ്പൊ ലണ്ടനിലുണ്ട്, ജാർഖട്ടയിലുണ്ട്, പൊന്നാനിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു അനുഭൂതി ആയിരിക്കും സ്വാഭാവികമായിട്ടും അത് അന്വേഷിച്ച് പോകുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അതിന്റെ റീഡേഴ്സിനെ കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ആർക്കീവ്സുകൾ ഏതായിരുന്നു? ഇപ്പൊ ഈ പറയുന്ന പൊന്നാനി, ജാർഖട്ടയില്, ലണ്ടനില് ഏതായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ക്രൂഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്? അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ആർക്കീവ്സുകൾ എങ്ങനെയൊക്കെയാണ്? ഒരു ഡിഫറൻസ് ആയിട്ട് സംസാരിച്ചാണ്. ഓക്കെ. ആർക്കൈവ്സുകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട്. ഇപ്പൊ ബ്രിട്ടീഷ് ലൈബ്രറിയിലുള്ള ആർക്കൈവിംഗ് മെത്തേഡ് ആവില്ല പിന്നെ പൊന്നാനിയിലും മിസ്കൽ പള്ളിയിലും താനൂരുള്ള ലൈബ്രറികൾക്കുള്ളത് അതേതാവില്ല. ജക്കാർത്തയിലുള്ള നാഷണൽ ലൈബ്രറിക്കോ മലേഷ്യയിലുള്ള നാഷണൽ ലൈബ്രറിക്കോ പുസ്തകാനുകൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ മദ്രസ ലൈബ്രറികൾക്കൊക്കെ എല്ലാ ലൈബ്രറികൾ ആർക്കൈവിംഗ് ചില സ്ഥലങ്ങൾക്ക് അതിനെ മാനുസ്ക്രിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും മാനുസ്ക്രിപ്റ്റ് ആയിട്ട് അതിനെ ഉപയോഗിക്കുന്നവരുണ്ട്. ഡേ ടു ഡേ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ആർക്കൈവ്സുകൾക്ക് ആസ് ആർക്കൈവ്സ് തന്നെ ഇതൊന്നും ചില ആർക്കൈവ്സുകൾ ആർക്കൈവ്സ് ആയിട്ട് പോലും അവരെ പരിചയപ്പെടുത്തുന്നുണ്ടാവില്ല. ലൈബ്രറി ആയിട്ടാവും പരിചയപ്പെടുന്നത്. അവിടെ പോകുമ്പോൾ അവിടെ ഒരു ആർക്കൈവ്സുകൾ അതിന്റെ കളക്ഷനിലുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് ആർക്കൈവ്സ് ഇറ്റ്സെൽഫ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ സ്ട്രക്ചറിൽ ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഓരോ ആർക്കൈവുകളും ഒരിക്കലും ആ ആർക്കൈവ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നല്ല ഇതൊന്നും വരുന്നത്. അപ്പൊ ഇത് എവിടുന്നാണ് വരുന്നത് എന്നുള്ളതിന് എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആക്കുന്ന ഒരു ചോദ്യം, ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മലേഷ്യയിലുള്ള
പെർപുസ്തകാനിലുള്ള അവിടുത്തെ നാഷണൽ ലൈബ്രറീസിലുള്ള മാനുസ്ക്രിപ്റ്റ് ആർക്കൈവ്സുകൾ അധികം വന്നിട്ടുള്ളത് സുമാത്രയിൽ നിന്നാണ്. അത് ഇന്ന് ഇന്തോനേഷ്യന്റെ ഭാഗമാണ്, അത് മലേഷ്യന്റെ ഭാഗമല്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലൈബ്രറി കിടക്കുന്ന ആർക്കൈവ്സ് ആ ഒരു ലൊക്കേഷനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അത് മൊത്തം വരുന്നത് സൗത്ത് ഏഷ്യയിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയതാണ് അല്ലെ. ഇപ്പൊ ജക്കാർത്തയിലുള്ള അതുതന്നെ ഇപ്പൊ മാനുസ്ക്രിപ്റ്റ് ഹൗസുകളിൽ പല കളക്ഷൻസ് ഉണ്ടാവും ഒരുപാട്. ഇപ്പോ ബ്രിട്ടീഷ് ലൈബ്രറി എടുക്കുകയാണെങ്കിൽ അവിടെ ഡൽഹി കളക്ഷൻ ഉണ്ട്. അതായത് 1957 റിവോൾട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശിപ്പായിലാള എന്ന് പറയുന്ന റിവോൾട്ട് കഴിഞ്ഞതിന് ശേഷം ഡൽഹി ആകെ അടിച്ച് നിരപ്പാക്കിയ സമയത്ത് അവിടുന്ന് കച്ചവടം ചെയ്തത് 1-2 റുപ്യൊക്കെ കച്ചവടമായിട്ട് അവർ വാങ്ങിയ ഒരുപാട് മാനുസ്ക്രിപ്റ്റുകളുണ്ട്. അതിനാണ് ഡൽഹി കളക്ഷൻ, ഡൽഹി പേർഷ്യൻ കളക്ഷൻ. അതിൽ തന്നെ ബീജാപ്പൂർ കളക്ഷൻ ഉണ്ട്. അതുപോലെ അതായത് ക്രിസ്റ്റഫർ ബാലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, അതായത് ബീജാപ്പൂർ സൽത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ബീജാപ്പൂർ റോയൽ ലൈബ്രറിന്റെ ഒരു ഭാഗം അവിടെ കളക്ഷൻ ആയിട്ട്. ടിപ്പുവിന്റെ കളക്ഷൻ ഉണ്ട്, അതിന് വലിയ കഥ ഉണ്ട്. ടിപ്പുവിനെ കീഴ്പ്പെടുത്തിയ ദിവസം അവിടെ പാലസും അവിടുത്തെ പാലസിന്റെ ലൈബ്രറിയും അവിടുത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ആകെ ഹാലിളകിയിട്ട് ബ്രിട്ടീഷ് സോൾജേഴ്സും ഓഫീസേഴ്സും അത് ലൂട്ട് ചെയ്തൊക്കെയാണ്. അതിൽ പല നല്ല മാനുസ്ക്രിപ്റ്റുകളും കുറെ പരുവറ്റ ആളുകളുടെ കയ്യിലാണ്. അതിൽ ചിലത് ഇപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി കൊൽക്കത്തയിലും പകുതി ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇന്ത്യ ഓഫീസ് ഇതിന്റെ ഭാഗം. ഓരോ ആർക്കൈവ്സിന്റെ അകത്തുള്ള കളക്ഷൻസിനും ഓരോ പുസ്തകത്തിനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചരിത്രമുണ്ട്. ഇപ്പോൾ ഞാനവിടെ ടിപ്പുവിന്റെ കളക്ഷനിൽ ഒരു എക്സ്പേർട്ടാണ്. അവിടുത്തെ പേർഷ്യൻ നോക്കുന്ന ഉർസുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർ ഉണ്ട് ബ്രിട്ടീഷ് ലൈബ്രറി. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഓരോ മാനുസ്ക്രിപ്റ്റിന് ഒരു ഇൻട്രസ്റ്റിംഗ് കഥകളുണ്ട്. അതിലൊരു മാനുസ്ക്രിപ്റ്റ് അപ്പോൾ ജീലാനി തങ്ങളെ വലിയൊരു കളക്ഷൻ ടിപ്പുവിന്റെ കളക്ഷനിലുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അത് പോയിടുന്ന. അപ്പോൾ അവർ പറഞ്ഞു അത് അവർ ആർക്കോട്ട് നവാബുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് ആർക്കോട്ട് നവാബിന്റെ അടുത്ത് നിന്ന് പിടിച്ചടക്കിയ അവിടുന്ന് കിട്ടിയ കുറച്ച്. കാരണം ആർക്കോട്ട് നവാബുമാർ ഭയങ്കര ജീലാനി കാദിരിയന്റെ ആൾക്കാരായിരുന്നു, ഹൈദരാബാദികളും ആ ഭാഗത്തുള്ള. അപ്പോൾ ഓരോ ആർക്കൈവ്സിനും ഓരോ ആർക്കൈവ്സിനും ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം ഓരോ ആർക്കൈവ്സിലെ ഓരോ പുസ്തകത്തിനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെറ്റ്വർക്കും അവിടെ എത്തിയതിനുള്ള നെറ്റ്വർക്കും ചരിത്രങ്ങളും അത് ഉപയോഗിച്ച ആളുകൾ. അപ്പൊ അതിന് നമ്മളെപ്പോഴും ഒരു മാനുസ്ക്രിപ്റ്റിന്റെ കണ്ടന്റിലേറെ ചിലപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് അതിന്റെ സൈഡുകളിലും അതിന്റെ ഫ്ലൈ ലീഫിലും അതിന്റെ തുടക്കത്തിലും ഒക്കെ എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ കോളഫോൺസുകളും ചെറിയ ചെറിയ നൊട്ടേഷൻസും ഒക്കെ സംഭവങ്ങൾ. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ മാനുസ്ക്രിപ്റ്റ് എത്തിയതും എത്താനുള്ള സാഹചര്യങ്ങളും ഒക്കെ. അപ്പോൾ ഓരോ നിങ്ങൾക്ക് ക്രൂഷ്യൽ തോന്നിയൊരു ഏതെങ്കിലും ഒരു ആർക്കൈവ് ലൊക്കേഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ലൊക്കേഷൻ എന്ന് പറയാൻ എനിക്ക് ഒരിക്കലും ഇല്ല. പക്ഷെ എന്നെ എക്സൈറ്റ് ചെയ്ത ഒരുപാട്, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ദുബായിൽ പോയപ്പോ എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്തൊരു ആർക്കൈവ്. കാരണം ദുബായ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താ, അവിടെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് എസ്പെഷ്യലി ഇങ്ങനത്തെ ഒന്നും ഒരു വർക്കും നടക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ജുമാൽ മാജിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റർ ഫോർ ജുമാൽ മാജിദ് സെന്റർ ഫോർ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ദേരയിൽ ദുബായിൽ, ഞാനിപ്പോ ഇന്നലെ എത്തിയത് ദുബായിന്ന്. അവിടെ ഇരുന്ന് ഞാൻ ഒരാഴ്ച വർക്ക് ചെയ്തിരുന്നത്. ഞാൻ ആദ്യം ഒരു ബിസിനസ്സുകാരന്റെ ഒരു ഹോബി എന്നുള്ള രൂപത്തിലാണ് ഞാൻ എന്തെടുത്തത്. ആള് അങ്ങനെയാവും പല സ്ഥലങ്ങളിൽ നിന്നുള്ള മാനുസ്ക്രിപ്റ്റുകൾ കളക്ട് ചെയ്തത്. അവിടെ എന്താന്ന് വെച്ചാൽ ഡിജിറ്റൈസേഷൻ സെന്റർ ആണ്. അവരെന്താ ചെയ്തിരുന്നു വെച്ചാല് 2000ന്റെ തുടക്കം മുതല് ഈ ജുമാൽ മാജിദ് ഭയങ്കര മാനുസ്ക്രിപ്റ്റുകള് ഒരു താല്പര്യമുള്ള ആളാണ്. അവിടുത്തെ ദുബായിലെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒക്കെ ഒരു വലിയ ഹെഡ് ആയിരുന്ന ഒരു സമയത്ത് ഭയങ്കര ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ആളുകളങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അയച്ചിട്ട് അവിടുത്തെ സൈൻ ചെയ്തിട്ട് അപ്പോൾ അവിടുന്ന് മാനുസ്ക്രിപ്റ്റുകൾ ഇങ്ങനെ കളക്ട് ചെയ്യുക, എന്നിട്ട് ഡിജിറ്റൈസ് ചെയ്തിട്ട് അവിടെ കൊടുത്ത് സൂക്ഷിക്കുക ചെയ്യുക. എന്നിട്ട് ആളുകൾക്ക് അവിടെ എത്തിയിട്ട് അവർ ഒരു ഓൺലൈൻ കാറ്റലോഗ് ഉണ്ടാക്കിയിട്ട് അത് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോഴും അവിടെ പ്രിന്റഡ് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത്. അപ്പോൾ അവരുടെ ഒരു ഹെഡ് ആയിട്ടുള്ള PR-ന്റെ ഹെഡ് ആയിട്ടുള്ള അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവിടുത്തെ ഒരു നാഷണൽ ഉണ്ട്. ആളിന്റെ കൊണ്ടുപോയി കാണിച്ചു തന്നപ്പോൾ അവിടെ ഡിജിറ്റൈസ് ചെയ്യുന്ന ആളുകൾ മൊത്തം മലയാളികളാണ്. മലയാളികൾ ഒരു റൂമിൽ ഇരുന്ന് ഇപ്പോഴും പ്രിന്റഡ് മെറ്റീരിയൽസ് ഇങ്ങനെ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് നിൽക്കുക, ഒരു 9-10 ആളുകൾ. അപ്പോൾ ഞാൻ അവിടുത്തെ കളക്ഷൻ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവര് മേ ബി വലിയ വലിയ ആർക്കൈവ്സുകളിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഹൈദരാബാദിലെ സാലാർജംഗോ അല്ലെങ്കിൽ രാംപൂർ ലൈബ്രറിയോ ഖുദാബക്ഷ് ലൈബ്രറിയോ ബീഹാറിലുള്ള. പക്ഷെ ഞാൻ പോയപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മിസ്കൽ പള്ളിയിലെ കളക്ഷൻ വരെ അവർ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു 10ഓളം പ്രൈവറ്റ് ആർക്കൈവ്സും 10ഓളം മദ്രസ ആർക്കൈവ്സുകളും അവർ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഫറൂഖ് കോളേജിലെ ആർക്കൈവ്സ് അവർ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര അത് ഇതുവരെ ഞാൻ പോയിട്ട് കാണാത്തൊരു സാധനമാണ്. അതായത് മിസ്കൽ പള്ളി മുതൽ സ്പെയിന് വരെയുള്ള സ്ഥലങ്ങളിലെ അറബിക് മെറ്റീരിയൽസ് അവർ ഡിജിറ്റൈസ് ചെയ്യണം. അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. കാരണം ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നുള്ള സാധനങ്ങൾ ഒരു സ്ഥലത്ത് നമുക്ക് സെർച്ചബിൾ ആയിട്ടുള്ള ഒരു കാറ്റലോഗ് വേറല്ല. അപ്പൊ അവിടെ എനിക്ക് ഒരുപാട് സംഭവങ്ങൾ കിട്ടി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് കിട്ടി. പിന്നെ അത് ഭയങ്കര എക്സൈറ്റിംഗ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഞാൻ പോയ ആർക്കൈവ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിയൻ എന്ന നിലയ്ക്ക് നിങ്ങൾ പഠിക്കുന്ന രീതി സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലിവിങ് ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഒരു ഹിസ്റ്റോറിയൻ എന്ന നിലയ്ക്ക് ഒരു മ്യൂസിയം പീസസിലേക്കൊന്നും ഇതിനെ മാറ്റാതെ ഇതിനൊരു ഹിസ്റ്റോറിക്കലി റിപ്രസെന്റ് ചെയ്യുന്നുള്ള ഒരു വെല്ലുവിളി ഉണ്ടോ
ഒരു ഹിസ്റ്റോറിയൻ നിലയ്ക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പെർഫോമൻസിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു മ്യൂസിയം പീസ് ഒന്നും ആക്കാതെ തന്നെ ഒരു ഹിസ്റ്റോറിക്കലി റിപ്രസെന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? ഓഫ് കോഴ്സ്, ഐ മീൻ ഒന്ന് ഞാനൊരു ഇൻസൈഡർ റിസർച്ചറാണ് ഈ ഒരു വിഷയത്തില്. കാരണം കതിരിയ അതുമായിട്ടും അതുപോലെ തന്നെ നമ്മള് ഓഫ് കോഴ്സ് നമ്മളൊരു ബ്രോട്ടപ്പിൽ നമ്മള് അങ്ങനെയാണ് നമ്മൾ ഈ റിസർച്ചിലേക്ക് എത്തുന്നത് പോലും. അപ്പോ മാക്സിമം നമ്മൾ ഒരു സിമ്പത്തറ്റിക്കും എംപത്തറ്റിക്കും ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആർക്കൈവ്സിനോടും നമ്മളെ വർക്കിനോടൊക്കെ. അതോടൊപ്പം ഓഫ് കോഴ്സ് റിസർച്ചിന് ഇപ്പൊ ഒരു വെസ്റ്റേൺ അക്കാഡമിക് റിസർച്ച് എത്തിക്സ് ആവണമെന്നില്ല. ഇപ്പോൾ ഇസ്ലാമിക് റിസർച്ചിന്റെ എത്തിക്സിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഫോളോ ചെയ്ത്, ഒരുപാട് കീഴ്വഴക്കങ്ങളും ഫോളോ ചെയ്ത് ഒരുപാട് ടൂൾസുകളും ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നതും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതായത് ഇത് ശരിയാണോ ഇത് തെറ്റാണോ. പല ആളുകളും ഞാൻ എൻ്റെ അടുത്ത് പലയിടത്ത് പോകുമ്പോൾ ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നത് ഇത് തെറ്റാണോ ഇത് ശരിയാണോ അങ്ങനെ ചെയ്യുന്നത്, ജനാധിപത്യങ്ങളെ പറ്റിയുള്ള മനാക്കിബുകൾ പാരായണം ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, ഇതൊക്കെ ഉള്ളതാണല്ലോ. ഇതൊരിക്കലും എന്റെ ക്വസ്റ്റ്യൻ അല്ല. എന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇതെങ്ങനെ ഇങ്ങനെയായി, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഇത്രയും പോപ്പുലറായി, ആളുകൾ എന്തുകൊണ്ട് അത് പാരായണം ചെയ്യുന്നു, നടക്കുന്നു. അതെ അതെ, രീതി അതിന്റെ ഒരു ഹിസ്റ്റോറിസിറ്റിയാണ്, അതിന്റെ ഒരു ഒതന്റിസിറ്റി എന്നുള്ളതിന്റെ കൺസേണേ അല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ആസ് എ ഹിസ്റ്റോറിയൻ ആൻഡ് ആസ് എ ഫിലോളജിസ്റ്റ് നമ്മൾ അത്രയും അതിനൊരു ജെന്യൂനിറ്റിയിൽ ആ ഒരു ജെന്യൂനിറ്റിന്റെ പുറത്തുനിന്നാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സീനിയർ എന്ന നിലയ്ക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യയിൽ തന്നെയുള്ള സൂഫി വെർണാക്കുലർ സ്റ്റഡീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ യങ് റിസർച്ചേഴ്സിനോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? അതുപോലെ തന്നെ അവര് അവലംബിക്കേണ്ടതായിട്ടുള്ള ആർക്കൈവ്സുകൾ, അല്ലെങ്കിൽ അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ട പ്രദേശങ്ങൾ, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ട പെർഫോമൻസ് കോണ്ടെക്സ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാല്. അങ്ങനെ ഒരു ഭയങ്കര എന്താണ് സജഷൻ ആയിട്ടൊന്നും എനിക്ക് തരാനില്ല. എന്നാലും ഇപ്പൊ എനിക്ക് താഹിറ കുത്തുബുദ്ദീന് അവരിപ്പോ അവിടുന്ന് റിസൈൻ ചെയ്തു ഷിക്കാഗോന്ന്. അപ്പൊ ആ സമയത്ത് അവരെന്നോട് എനിക്ക് നസീഹത്തായിട്ട് തന്നിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എപ്പോഴും നമ്മൾ എന്താണ് അറിയാത്ത സംഭവങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതിലേറെ ഏറ്റവും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനും എഴുതാനൊക്കെ പറ്റുന്ന ഒരു സംഭവം നമുക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള റിസർച്ച് ചെയ്യുമ്പോഴാവും അതിന്റെ ഒരു ക്യൂരിയോസിറ്റി അതിനുണ്ടാവും. ഒഫ്കോഴ്സ് നമ്മൾ അറിയാത്ത സംഭവങ്ങൾ ഇപ്പോ ഓട്ടോമൻ മുതൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ യങ് റിസർച്ചേഴ്സ് നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ അന്വേഷിക്കുക, അതിലേക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടിയും പിന്നെ ഇൻവോൾവ് ചെയ്തിട്ട് ഒന്നുകൂടിയും അതിലേക്ക് ഡീപ്പ് പിന്നെന്താണ് റിസർച്ചിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. അതോടൊപ്പം ഇപ്പൊ എല്ലാവരും മലബാർ തന്നെ അതുകൊണ്ട് തന്നെ നോക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ മലബാറിൽ ഒരുപാട് PhD ഇപ്പൊ ഒരു 5-6 വർഷത്തിനുള്ളിൽ 10ഓളം ഡെസർട്ടേഷൻ തീസിസുകള് നോർത്ത് അമേരിക്കൻ ഗ്രാജുവേറ്റ് സ്കൂളിൽ നിന്ന് മാത്രം വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഓഫ്കോഴ്സ് സ്കോളർ എന്നുള്ള രൂപത്തിൽ തന്നെ അക്കാഡമിക് എന്നുള്ള രൂപത്തിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ആസ് എ പബ്ലിഷർ അല്ലെ, ആസ് എ അക്കാഡമിക്, ആസ് എ ടീച്ചർ, ഇതൊക്കെ ക്വസ്റ്റ്യനബിൾ ആണ്. ഇത്രയും മലബാറിനെ പറ്റി പഠിപ്പിക്കുന്നതും എഴുതുന്നതായിട്ടുള്ള ആളുകൾ വേണോ എന്നുള്ളത് ഒരു നോളജിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നല്ലതാണ്. അല്ലെങ്കിൽ മലബാർ അക്കാഡമി ഒക്കെ ഒരു നല്ലൊരു സമയമാണ്. പക്ഷെ മാർക്കറ്റിന് നമ്മളിനി പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കുള്ള കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് നല്ലൊരു ഇതാണെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രദേശങ്ങളായിട്ടുള്ള ശ്രീലങ്ക, തമിഴ്നാട്, ലക്ഷദ്വീപ്, ഇവിടേക്ക് ഇപ്പോഴും റിസർച്ച് എന്ന് പറയുന്നത് മുസ്ലിം ഇസ്ലാമിക് ടെക്സ്റ്റൽ മേഖലയിലും സൂഫിസത്തിന്റെ മേഖലയിലുള്ള റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഏർലി സ്റ്റേജിലുള്ളതാണ്. അപ്പോ അതിലേക്ക് കൂടി അതൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അടുത്ത പ്രദേശങ്ങൾ. അപ്പൊ അവിടത്തൊക്കെ നമ്മുടെ പഠനങ്ങളൊക്കെ വ്യാപിപ്പിച്ചിട്ട് പിന്നെ ഒരിക്കലും നമ്മള് പൊതുവെ എനിക്ക് ആളുകളോട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നമ്മളെ മനസ്സിലുണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഐഡിയ മനസ്സിലുണ്ടായിട്ട് ആർക്കൈവൽ റിസർച്ചിലേക്ക് ഇറങ്ങുന്ന ആളുകളോട്, ടെക്സ്റ്റൽ റിസർച്ചിലേക്ക് ഇറങ്ങുന്ന ആളുകളോട് പറയാനുള്ളത്, ഒരു ഐഡിയ മനസ്സിലുണ്ടായിട്ട് ഐഡിയനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ടെക്സ്റ്റുകളെ സ്കാവൻ ചെയ്യരുത്. അതിങ്ങനെ പരതി നമ്മളൊരു വാദം തെളിയിക്കാനുള്ള ഒരു സാധനം എടുക്കലായിട്ട് ടെക്സ്റ്റുകളെ മാറ്റരുത്, അതിനുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാറ്റരുത്. മറിച്ച് ടെക്സ്റ്റുകളെ അത് എഴുതിയ ആളുകളോടും അത് പ്രചരിപ്പിച്ച ആളുകളോടും അതിനുവേണ്ടി പണിയെടുത്ത ആളുകളോടും നീതി പുലർത്തുന്ന രൂപത്തിൽ ഒരു ടെക്സ്റ്റ് കൈ കിട്ടിയാൽ അത് കൃത്യമായിട്ട് സമയം കൊടുത്ത്, ഇതൊരു സ്ലോ പ്രോസസ്സാണ്, ഒരു ബിസി പരിപാടിക്കുള്ളതല്ല ഒരിക്കലും നോളജുമായിട്ടുള്ള എൻഗേജ്മെന്റ് എന്നാണ്. ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ആ ടെക്സ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ
സമയം കൊടുത്ത് വായിച്ചിട്ട് ആ ടെക്സ്റ്റിനെ മനസ്സിലാക്കി ആ ഓതർ എന്താണോ പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് വേണം എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിലേക്ക് ചോദിക്കേണ്ടത് ടെക്സ്റ്റിനോട് എന്നുള്ള കൺസേൺ വരാൻ. പലപ്പോഴും ഈ ആളുകൾ എങ്ങനെ നിങ്ങൾ ആർക്കൈവൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള കൺസേൺ വരുന്നത് എപ്പോഴും ആർക്കൈവ്സ് വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ടെക്സ്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്നത് ഒരു ആദ്യം തന്നെ പ്രീ കണ്ടീഷൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളായിട്ട് വന്നിട്ട് പിന്നെ ആ ടെക്സ്റ്റിൽ അതില്ലാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവും. അതിനെ പറഞ്ഞു ഒരു ടെക്സ്റ്റിനെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു മിനിമം ഒരു ആർട്ടിക്കിളെങ്കിലും എഴുതാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും അതിന് എഴുതാനുള്ള കൺസേണുകളും ആ ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾ ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് തരത്തിലുള്ള സാധനങ്ങളാണ് ഒരു ഓതർ ഇതിൽ പറയാൻ ശ്രമിച്ചത്, ആ ഓതർ പറയാൻ ശ്രമിച്ചതിൽ വിജയിച്ചിട്ടുണ്ടോ ഇല്ലേ, ഇതൊക്കെ നമുക്ക് ആർട്ടിക്കിളുകളും പേപ്പറുകളാക്കി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇപ്പോ ഒരു 5 വർഷം PhD കഴിഞ്ഞ് 5 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്ക് ഇപ്പോ ഒരു ആഫ്റ്റർ ജിലാനി എന്നുള്ള വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ റീഡേഴ്സിനോടോ അതല്ലെങ്കിൽ പൊതുവെ സൂഫി മേഖല വർക്ക് ചെയ്യുന്ന സ്കോളേഴ്സിനോടൊക്കെ ഇപ്പൊ അറിയാനുള്ളൊരു ഒരൊറ്റ സെന്റൻസിൽ ഇത് എങ്ങനെ ഇതിനെടുക്കണം, ഈ ഇന്തോനേഷ്യൻ ഭാഗത്തുള്ള സൂഫി വെർണാക്കുലർ സ്റ്റഡീസിനെ എങ്ങനെ കാണുന്നുള്ള ഒറ്റ സെന്റൻസിലേക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. ഒറ്റ സെന്റൻസിലേക്ക് ചുരുക്കി പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്ക് പറയാനുള്ള നമ്മളെ റിസർച്ചുകളൊക്കെ എപ്പോഴും പിന്നെ ഒരു പുസ്തകം എന്നൊക്കെ പറയുന്നത് അത് ക്രിറ്റിസിസത്തിന്റെ അപ്പുറത്തുള്ള സാധനമൊന്നുമില്ല. എല്ലാ സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കമ്മിറ്റിയിലുള്ള വിറ്റ്നി കോക്സ്, ആളൊരു സംസ്കൃറ്റിസ്റ്റ് ആണ്, തമിഴ് സ്കോളറും ആണ്, സൗത്ത് ഇന്ത്യൻ ഫിലോളജിയിലും ഹിസ്റ്ററിയിലും വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളെനിക്ക് അയച്ചൊരു മെയിലാണ് നോ ഹ്യൂമൻ തിങ് ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു വിശ്വാസം എപ്പോഴും നമ്മളെ ഉള്ളില് ആ ഒരു ഇതുണ്ടാവും. നോ ഹ്യൂമൻ തിങ് ഈസ് പെർഫെക്റ്റ്. നമ്മൾ ഓരോ വർക്കിലൂടെയും ഓരോ ഇതിലൂടെയും നമ്മൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഓരോ ഇതിലൂടെയും ഓരോ പെർഫെക്ഷനെ കണ്ടെത്താൻ അതെ ആണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലെ ഒരു തരത്തില്. അപ്പോ ജിലാനിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോഴും ഐ ഷുഡ് അക്നോളജ് ഞാൻ സംസാരിക്കുന്ന സദേൺ ഏഷ്യ, ഇസ്ലാമിക് സദേൺ ഏഷ്യ എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നത് ഇസ്ലാമിക് സദേൺ ഏഷ്യ എന്ന് പറയുന്നത് ഒരു സുന്നി സദേൺ ഏഷ്യയാണ്. അതിൽ ഷീ കമ്മ്യൂണിറ്റിനെ എനിക്ക് എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. അങ്ങനെ പക്ഷെ എന്താണ് ആസ് എ സ്കോളർ ഓഫ് കോഴ്സ് ലൈക്ക് ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഒരാൾ നമ്മൾ ആർട്ടിക്കിൾ വായിക്കാനും നമ്മളെ പുസ്തകം വായിക്കാനും സമയം തരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ സൂപ്പർവൈസർ തിബോ ദുബൈയൊക്കെ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ എന്താണ് പിന്നെ ആൾക്കാർ നമ്മളെ റീഡർഷിപ്പിനെ വായിക്കാൻ അവർ സമയം തരുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും എന്താണ് അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനല്ല നോക്കണ്ട. അവിടെ നമ്മൾ ഒരിക്കലും ഒരു ചില പുസ്തകങ്ങളോ ആർട്ടിക്കിളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നുള്ളൊരു കൺസേണുമായിട്ട് നമ്മൾ പുറത്തേക്ക് പോവുക. കാരണം അങ്ങനെയൊക്കെ ആളുകൾ എഴുതിയിട്ടുണ്ടാവുക. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് എന്തൊക്കെ, ഞാനൊരു 10 മിനിറ്റ് ഒരാളെ വായിക്കാൻ ഞാൻ സമയം കൊടുക്കുകയാണെങ്കിൽ ആ 10 മിനിറ്റ് അയാൾ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു, പുതിയത് എന്തെങ്കിലും പറഞ്ഞു തന്നു എന്നുള്ള ഒരു ഫീലിംഗ് വേണം നമുക്ക് ആളുകൾ കൊടുക്കാൻ. അപ്പൊ അങ്ങനെ വളരെ സിമ്പിളായിട്ടും വളരെ ആക്സസിബിൾ ആയിട്ടും ആളുകൾക്ക് നല്ല പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രൂപത്തിൽ എഴുതുക എന്നൊക്കെ ഉള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റുക ഞാൻ എഴുതുന്ന സമയത്ത്. അല്ലാതെ ഒരിക്കലും അതൊരു സൂഫിസത്തിനെ കുറിച്ച് സൗത്ത് ഏഷ്യയിലെ സൂഫിസത്തിന്റെ ഒന്നടങ്കം മനസ്സിലാക്കാനുള്ള ഒരു ഇതൊന്നും ആവില്ല. ഏതായാലും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് സമയം നമ്മുടെ കൂടെ അദ്ദേഹം സഹകരിച്ചു തന്നിട്ടുണ്ട് ഇഹ്തിശാം എന്നുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരുപാട് തിരക്കുള്ള സമയത്താണ് നമ്മളുമായിട്ട് സഹകരിച്ചതും നമ്മളുമായിട്ട് സൂഫിസത്തിന്റെ അദ്ദേഹത്തിന്റെ പഠന മേഖലയായിട്ടുള്ള ഇന്തോനേഷ്യൻ ഭാഗത്തുള്ള വെർണാക്കുലർ സൂഫി സ്റ്റഡീസിനെ കുറിച്ചിട്ട് ഏകദേശം 30 തീസീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അതിനപ്പുറത്തേക്ക് മിസ്റ്റേക്സ് എന്നുള്ള കോൺസെപ്റ്റ് അതൊരു പ്രശ്നവൽക്കരിക്കേണ്ട ഒന്നാണോ, അതല്ല നമ്മൾ അതിനോട് അഡോപ്റ്റ് ചെയ്ത് പോകപ്പെടേണ്ട ഒരു വസ്തുവാണോ, അതുപോലെ തന്നെ ഇതിനെ ചർച്ച ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു യങ്ങർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ ഒരു പഠന മേഖല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾസിലൂടെ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി. അതായത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത്ര നേരം നമ്മളോട് കൂടെ നിന്നതിനും അതുപോലെ തന്നെ ലൈംലൈറ്റ് ഫാമിലിയുമായിട്ട് സഹകരിച്ചതിനും ബഹുമാനപ്പെട്ട സാറിനോട് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്.